നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്നു വാഴ്ത്തപ്പെട്ട കർത്താവെ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ പല സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ, നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേലിരിക്കുന്നു. അപ്പ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഓളം വെട്ടണമേ. ഹല്ലേലൂയ. അപ്പ, നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗാന ശുശ്രൂഷയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തേജസ്സോടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെയും ഹൃദയം നീ തുറക്കണമേ. ഹല്ലേലൂയ. അപ്പാ, നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പാ, ഓൺലൈൻ വഴിയായി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരെയും അപ്പാ നീ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവെ. കടഭാരത്തിലിരിക്കുന്നവർക്ക് നീ പുതിയ വഴികൾ തുറക്കണമേ കർത്താവെ. സ്തോത്രം കർത്താവെ. അപ്പാ, സ്തോത്രം സ്തോത്രം ദൈവമേ. അപ്പാ, ഗാന ശുശ്രൂഷയുടെ മേലും അതിന് ശുശ്രൂഷയുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം പറയുന്നവരെ ബലപ്പെടുത്തണമേ. ഗാന ശുശ്രൂഷിക്കുന്നവരെ കർത്താവെ നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെല്ലാ നന്മകൾക്കായി സ്തോത്രം കർത്താവെ. മുൻമഴയാലും പിന്മഴയാലും ഞങ്ങളുടെ ദേശത്ത് നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നമ്മൾ കർത്താവിനെ പാടി സ്തുതിക്കുകയാണ്. യേശുവിന്റെ പാട്ട് എല്ലാവർക്കും രോഗത്തിൽ നിന്നും പൈശാചികമായ പ്രവൃത്തികളിൽ നിന്നൊക്കെ ഒരു വിടുതലാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് വലിയ സമാധാനം ലഭിക്കും. അങ്ങനെ ഒരു പാട്ടാണ്, ഒരു തമിഴ് ഗാനമാണ് ഇപ്പോൾ നമ്മൾ പാടുന്നത്. അതായത് രോഗസൗഖ്യം വരുന്ന നിലവാരത്തിൽ രോഗസൗഖ്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന് നമ്മളിപ്പോൾ പാടി സ്തുതിക്കുകയാണ്. യേശുവിന്റെ മഹത്വം. அன்பு கூறுவே இன்னும் அதிகமாய் ஆராதிப்பே இன்னும் ஆர்வமாய் அன்பு கூறுவே இன்னும் அதிகமாய் ஆராதிப்பே இன்னும் ஆர்வமாய் முழு உள்ளத்தோடு ஆராதிப்பே முழு மனத்தோடு அன்பு கூறுவே ஆராதனை 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 ஆராதனை. ക്രിസ്തുവിൽ സന്തോഷിക്കുക. കരങ്ങൾ തട്ടി നിങ്ങളായി ഈ ഗാനത്തെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ചില വേദനകൾ അപ്രത്യക്ഷമാവും. எபினேசரே எபினேசரே இதுவரையில் உதவி நீரே. எபினேசரே எபினேசரே இதுவரையில் உதவி நீரே. இதுவரையில் உதவி நீரே. உம்மை முழு உள்ளத்தோடு ஆராதிப்பே முழு பலத்தோடு அன்பு கூறுவே ஆராதனை 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 ஆராதனை. പ്രാർത്ഥനയോടെ ഒരു ദൈവഭക്തി ഗാനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ പാട്ടിൽ യേശുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. അത്ഭുതമന്ത്രിയെ സ്തുതിക്കുന്നു. അവൻ രോഗസൗഖ്യം തരുന്ന ദൈവമാണ്.
എൽറോഹി എൽറോഹി എന്നെ കണ്ടീരേ നന്ദിയയ്യാ എൽറോഹി എൽറോഹി എന്നെ കണ്ടീരേ നന്ദിയയ്യാ എന്നെ കണ്ടീരേ നന്ദിയയ്യാ ഉമ്മേ മുഴുവള്ളത്തോട് ആരാധിപ്പേ മുഴുവലത്തോട് അൻപ് കൂറുവേ ആരാധന ആരാധനൈ ആരാധന ആരാധനൈ. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ഭക്തിയോടെ ഭക്തിശാസ്ത്രമായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഈ ഗാനത്തിൽ രോഗികൾ സൗഖ്യമാകും. സുഖം തന്നീരേ നന്ദിയയ്യാ യഹോവ സുഖം തന്നീരേ നന്ദിയയ്യാ സുഖം തന്നീരേ നന്ദിയയ്യാ ഉമ്മേ മുഴുവള്ളത്തോട് ആരാധിപ്പേ മുഴുവലത്തോട് അൻപ് കൂറുവേ ആരാധന ആരാധനൈ ആരാധന ആരാധനൈ അൻപ് കൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ ഇന്നും മാർവമായി അൻപ് കൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ ഇന്നും മാർവമായി മുഴുവള്ളത്തോട് ആരാധിപ്പേ മുഴുവലത്തോട് അൻപ് കൂറുവേ ഓ ആരാധന ആരാധനൈ ആരാധന ആരാധനൈ ആരാധന ആരാധനൈ ആരാധന ആരാധനൈ ആരാധന ആരാധനൈ ആരാധന ആരാധനൈ. തുടർന്നും ഗാനശുശ്രൂഷ ആരംഭിക്കുന്നു. ഗാനശുശ്രൂഷ ദൈവഭക്തി ഗാനങ്ങളാകയാൽ നമ്മളെല്ലാവരും അതിനെ ഏറ്റെടുക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ഭക്തിശാന്തമായി നമ്മളത് ഏറ്റെടുക്കുക. അത് അനേകർക്ക് ഒരു ആശ്വാസമാണ്. ദൈവസ്നേഹത്തിൽ നിന്നുള്ള ഗാനം കേൾക്കുകയും പാടുകയും ചെയ്യുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥനയുടെയും ആരാധനയുടെയൊക്കെ നടുവിൽ ദൈവത്തെ സ്നേഹിക്കുന്ന അനേക യേശുവിനെ സ്നേഹിക്കുന്ന അനേകർക്ക് ഇടയിലേക്ക് ഈ ഗാനം അനേകർക്ക് ആശ്വാസമായി തീരട്ടെ. തുടർന്നും അല്ലെങ്കിൽ സഹോദരിമാർ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന പാട്ടുപാടി നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു അനുഭവം. പ്രിയ ദൈവമക്കളെ, ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഒരു സമാധാനത്തിൻ്റെ വഴി ഒരു വാക്കിലൂടെ, ഒരു പാട്ടിലെ വരികളിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഗായകർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ കൂടെയുണ്ട്. അവർ പാടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു വാക്ക്, യേശുവിനെ കുറിച്ചുള്ള പാട്ട്, അത് നിങ്ങളുടെ ഹൃദയത്തിലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു തണുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉളവാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ കടന്നു വന്ന ഈ ഗാനത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ.
സഹചരന്നാലും പ്രിയനേശ ഇല്ലാതെയാകും. പ്രിയരെന്ന കരുതുന്ന പ്രിയരെന്ന എല്ലാരും പ്രിയനേശ ഇല്ലാതെയാകും. പ്രിയനേ സ്നേഹം കുറയാതെയും നിരതം തുടരും മണ്ണിൽ. പ്രിയനേ സ്നേഹം കുറയാതെയും നിരതം തുടരും മണ്ണിൽ. ആരുമില്ല നീ ഒഴികെ ചാരുവാനുരാ പാരിലും പ്രിയാ. എളിയവർക്കും മക്കൾ ഈ ലോകമേതും അനുകൂലം അല്ലല്ലോ നാഥാ. എളിയവർ ഈ ലോകം നീങ്ങുന്നതും അനുകൂലം അല്ലല്ലോ നാഥാ. വലിയവനാകം നീയെങ്ങാനോമൻ ബലവും മഹിമേ നീതാ. വരുമൻ സഹായം ഉലകലാകം മികവുള്ളവാക്കിയതിനാ. വരുമൻ സഹായം ഉലകാകാശം മികവുള്ളവാക്കിയതിനാ. ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാരിലും പ്രിയാ. ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാരിലും പ്രിയാ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി സഹോദരി പാടി. വീണ്ടും നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾക്കാം. ഓരോ ഗാനവും ദൈവത്തിൻ്റെ ഭക്തിശാസ്ത്രമായ ഗാനങ്ങളാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഭക്തിയോടെ അത് കേൾക്കുക. വീണ്ടും നമുക്ക് ഒരു ഗാനം കൂടെ കേൾക്കാം.
തുറന്നു തന്നോരേ ആരാധിക്കുന്നേ സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോരേ ആരാധിക്കുന്നേ എന്നേ വന്നതാ വാക്കിൻ നമ്പിനാ വളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ എന്നേ വന്നതാ വാക്കിൻ നമ്പിനാ വളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആണ്ടിലും എന്നെ കിടത്തിടും ജപത്താ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലം ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ജീസസ് ലവ് ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ സ്ഥാപകനായ ബ്രദർ രജീഷ് ബ്രദറിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സംഘടിതമായ ഒരു പ്രവർത്തനങ്ങളൊന്നുമല്ല, പക്ഷെ എങ്കിലും വളരെയധികം മനസ്സുകളെ തണുപ്പിക്കുന്ന ഒരു അനുഭവം. ഒരു മനുഷ്യന് ദൈവവുമായിട്ടുള്ള അനുഭവം ഇല്ലെങ്കിൽ അവന് ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് സാധ്യമല്ല. എത്ര പേർക്കറിയാം? കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വെറും ഒരു മണ്ണാണ്.
മനുഷ്യൻ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടതാണ്? മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ടത്. എന്താണ് അതിന്റെ അടയാളം? എന്താ? ബൈബിളിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തിയിലാണ്. ബൈബിളിലെ ഉൽപ്പത്തി എന്ന് പറയുന്ന മനുഷ്യന്റെ ഉൽപ്പത്തി, ലോകത്തിന്റെ ഉൽപ്പത്തി തുടക്കത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നു ആദിയിൽ. ആദിയിൽ എന്ന് വെച്ചാൽ തുടക്കത്തിൽ ദൈവം എന്ത് ചെയ്തു? ആകാശത്തെയും ഭൂമിയാണ് ആദ്യം സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞ് ഭൂമിയുടെ അവസ്ഥ നോക്കണേ. ബൈബിളിൽ പറയുന്നത് ഭൂമി പാഴായിരുന്നു. ആ സമയങ്ങളിൽ പാഴായി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയിൽ ഒരു ജീവൻ പോലും ഇല്ല. പാഴ്, ശൂന്യത, അല്ലെ? മരുഭൂമി പോലെ ഭൂമിയുടെ അവസ്ഥ. ആ ഭൂമി പാഴായും ശൂന്യമായിരുന്നു. അതിന്റെ കാരണം എന്തെന്ന് തൊട്ട വാക്യത്തിലുണ്ട്. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. അതാണ് കാരണം. അപ്പൊ ഭൂമിയുടെ ആഴങ്ങളിൽ ഒരു പൈശാചികത ഉണ്ടായിരുന്നു. അതാണ് ഇരുട്ട്. ഇരുട്ടെപ്പോഴും നമുക്ക് നെഗറ്റീവ് എനർജിയാണ്, പൈശാചികതയാണ്. അപ്പൊ ഭൂമിയുടെ അതോ ഭാഗത്ത്, അതായത് പാതാളത്തിൽ എന്തുണ്ട്? ദുഷ്ടശക്തികളുണ്ട്, ദുരാത്മാശക്തികൾ. ഇത് നിമിത്തം ഭൂമിയിലൊന്നും നന്മയില്ല. ഭൂമി എന്താണ്? പാഴായും ശൂന്യമായിരിക്കുക. അങ്ങനെ ശൂന്യമായും പാഴായിരിക്കുന്ന ഭൂമിയിലേക്കാണ് ദൈവം തന്റെ ആത്മാവിനെ പകരുന്നത്. ഇവിടെയാണ് ആത്മാവിന്റെ കളി. ശ്രദ്ധിക്കണം. ഭൂമിയിൽ മനുഷ്യനടക്കം ജീവി എങ്ങനെ ഉണ്ടായി, ജീവൻ എങ്ങനെ ഉണ്ടായി എന്നറിയാമോ? തരിശായി കിടക്കുന്ന പൈശാചിക ശക്തിയുടെ അടിമനുഖത്തിൽ കിടക്കുന്ന ഭൂമിയെ ദൈവം തന്റെ അകത്തുള്ള ആത്മാവിനെ കൊണ്ട് വെള്ളത്തിലാണ് ആദ്യമായിട്ട് ജീവനെ ഉളവാക്കി. വെള്ളത്തിലാണ് ബാക്ടീരിയകൾ ഉണ്ടാകുന്നത്, അല്ലെ? സസ്തനികൾ. അങ്ങനെ വെള്ളത്തിലാണ് എല്ലാ ജീവന്റെയും തുടക്കം, അല്ലേ? വെള്ളം എന്തിനും വളം, അതായത് നമ്മൾ വളരാനുള്ള ഒരു വലിയ ഇന്ധനമാണ് വെള്ളം. എത്ര പേർക്ക് മനസ്സിലായില്ല? ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയണം. ഈ പ്രപഞ്ച രഹസ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ പഠിക്കാനും അറിയാനും ഒരു ആഗ്രഹം ഉണ്ടാകും. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ദൈവത്തെ കുറിച്ചല്ല, മനുഷ്യൻ അറിയാത്ത ദൈവത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ. നിങ്ങൾ കേട്ടു കഥകളെയും ചില എന്താ പറയാ കെട്ടുകഥകള്, നാടോടി കഥകള്, ഇങ്ങനെയൊക്കെ പരിചയിച്ച കുറെ കഥകളുണ്ട് ദൈവത്തെ കുറിച്ചൊക്കെ. അതല്ല പറയുന്നത്. ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനത്തിലുള്ള ദൈവശബ്ദമാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഭൂമി 5000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമി എന്താ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി എന്ന് സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. പൊട്ടിത്തെറിയാണ്, അല്ലെ? ആകാശമണ്ഡലങ്ങളിൽ ഉണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് ഭൂമിയുടെ ഉൽപ്പത്തി. ആ ഭൂമി, അതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയും. ഫിസിക്സ് ഒക്കെ പഠിച്ച, അല്ലെ, ഭൗതിക ശാസ്ത്രം പഠിച്ചവർക്കൊക്കെ അറിയാം. ഫിസിക്സ് പറയുന്നുണ്ട് ഭൂമി ബിഗ് ബാങ് തിയറി വഴി ഉണ്ടായത്. അപ്പൊ പൊട്ടിത്തെറിയിൽ ഉണ്ടായി. പൊട്ടിത്തെറിയിൽ ഉണ്ടായപ്പോ സംഭവം എന്താ പറയുക? മൊത്തം ചൂടായി, അല്ലെ? ലോഹങ്ങൾ കത്തുന്ന ഒരനുഭവം. അതാണ് യഥാർത്ഥത്തിൽ ഭൂമി പാഴായും ശൂന്യമായും. പിന്നീട് ജീവനെ, അവിടെ ഭൂമിയിൽ ജീവൻ എങ്ങനെ വന്നു? ചന്ദ്രനിൽ ജീവനില്ല, ബുധൻ, ശുക്രനിലൊന്നും ജീവനില്ല. ഭൂമി ഒഴിച്ച് സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിലും ജീവനില്ല. ജീവനുണ്ടെന്നൊക്കെ തെളിയിക്കുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ജീവനില്ല. ഭൂമിയിൽ മാത്രമേ ഓസോൺ എന്ന പാളി, മനുഷ്യന്റെ ശരീരത്തിൽ ഉൽക്കകളൊന്നും പതിക്കാത്ത രീതിയിൽ ഭൂമിയിൽ ഒരു ആവരണം കിടപ്പുണ്ട്. ദൈവം കൊടുത്ത ആവരണം. ആ ആവരണത്തിന്റെ പേരെന്താണ്? ഓസോൺ, അല്ലെ? അപ്പൊ ഉൽക്കകളും നക്ഷത്രങ്ങളൊക്കെ വീണ് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിന്ന് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യും? കത്തി ഭസ്മമായി. അതുകൊണ്ട് മനുഷ്യന് ഇവിടെ സേഫായിട്ട് ജീവിക്കാം, മൃഗങ്ങൾക്ക് ജീവിക്കാം. അങ്ങനെ ജീവിക്കാനുള്ള ഒരു സ്ഥലമാക്കി ദൈവം ഭൂമിയെ മാറ്റി. അപ്പൊ വെള്ളത്തിന്റെ മേലാണ് ആദ്യമായിട്ട് ജീവൻ പകരുന്നത്. നമുക്കറിയാൻ പറ്റും, ബൈബിളിൽ പറയുന്നത് ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ദൈവം വെളിച്ചത്തെ ഭൂമിയിലേക്ക് വിളിക്കുകയാണ്. അതുവരെ ഭൂമി എങ്ങനെയാണ്? ഇരുട്ടില കിടന്നത്. അപ്പൊ ജീവനെ കൊടുത്തപ്പോൾ, ആത്മാവിനെ കൊടുത്തപ്പോൾ ദൈവം അടുത്തത് വിളിക്കുന്നത് ആരെയാണ്? വെളിച്ചത്തെ വിളിക്കുകയാണ്. ഭൂമിയിലേക്ക് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ഇതെല്ലാം കൽപ്പിക്കുമ്പോഴാണ് ദൈവം സ്വർഗത്തിന്റെ എന്താ പറയാ സിംഹാസനത്തിൽ നിന്ന്, സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇമാജിനേഷൻ, നമുക്ക് ഭാവനയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആകാശ വിധാനങ്ങളിൽ നമുക്കറിയാം, പ്രപഞ്ചത്തിന്റെ അകത്തോട്ട് നമ്മൾ ശൂന്യാകാശത്തിന്റെ മീതെ നമ്മൾ പോയവരെല്ലാം അത്ഭുതപ്പെടുകയാണ്. കാരണം കണ്ടെത്തുന്നതിനേക്കാൾ അധികം കാണാത്ത കാര്യങ്ങൾ, കണ്ടെത്തിയ കാര്യങ്ങളെക്കാൾ അധികമാണ് കാണാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഒത്തിരി ഉള്ളത്. അപ്പൊ അവിടെ എവിടെയോ ദൈവത്തിന്റെ സിംഹാസനമാണ്.
ഭൂമിക്കകത്തല്ല, ഭൂമിക്ക് വെളിയിൽ, ശൂന്യാകാശത്തിന് വെളിയിൽ ഒരു സകലത്തിന്റെയും ശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി. ആ ശക്തിയാണ് യഹോവ എന്ന ദൈവം. ഈ ദൈവത്തെ ആരാണ് കണ്ടുപിടിച്ചത്? ഈ ദൈവത്തെ മനസ്സിലാക്കിയത് ആരാണ്? യഹൂദന്മാർ, ജൂതന്മാരാണ് ഈ ദൈവത്തെ മനസ്സിലാക്കിയത്. ക്രിസ്ത്യാനികളൊന്നുമല്ല, ക്രിസ്ത്യാനികളെ ദൈവമേ അല്ല ഇത് ജൂതന്മാരാണ്. നമ്മളൊക്കെ, നമ്മുടെ പൂർവികന്മാർ ഇവിടെ കാട്ടാളന്മാരായി കാടുകളിൽ വസിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ അവിടെ നിന്ന് ആരാധിക്കുക ദൈവത്തെ. ഇവർ മനസ്സിലായി. അപ്പൊ ഇവർക്ക് എത്രമാത്രം പുരോഗമനം ഉണ്ടായിരുന്നു. ഇപ്പൊ ജൂതന്മാർക്ക് കൊടുത്ത ബുദ്ധിയും ജ്ഞാനവും ചെറുതായിരുന്നില്ല. നമ്മൾ ഇന്ന് ഈ പഠിച്ചിരിക്കുന്ന അറിവ് ഒരു 100 വർഷം മുന്നേ ജൂതന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമ്മൾക്കറിയാം, ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സത്യം എന്താ അറിയാമോ? വെളിച്ചം നല്ലതാണ്. ദൈവം വെളിച്ചത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോ, വെളിച്ചമാര ലോകത്തിലേക്ക് വന്ന വെളിച്ചമാരെന്നാ പറയുന്നത്? യേശു ക്രിസ്തു. അപ്പൊ ലോകത്തിലേക്ക് ഒരു വെളിച്ചം വന്നപ്പോൾ എന്ത് സംഭവം? ഇരുട്ടിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇരുട്ടിന്റെ പ്രവൃത്തി എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? ഇരുട്ടിന്റെ പ്രവൃത്തി എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇരുട്ടിന്റെ പ്രവൃത്തി കൊലപാതകമാണ്. ഇരുട്ടിന്റെ പ്രവൃത്തി വ്യഭിചാരമാണ്. ഇരുട്ടിന്റെ പ്രവൃത്തി എന്താണ്? മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ വെളിച്ചം അങ്ങനല്ല. വെളിച്ചത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, സൂര്യന്റെ വെളിച്ചം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു ചെടി സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ചെടി വളരുന്നത്. എന്താ അതിന് കാരണം? വെളിച്ചത്തിൽ നിന്ന് ലഭിക്കുന്ന എനർജി പോസിറ്റീവാണ്, നല്ല ഊർജമാണ്. ആമേൻ. അപ്പൊ വെളിച്ചത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജീവനുണ്ട്. അപ്പൊ യേശു എന്ന വെളിച്ചത്തിൽ നിന്ന് ലഭിച്ച ജീവനാണ് നമ്മൾ ഓരോരുത്തർക്കും. നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ യേശുവിൽ നിന്നുണ്ടായി. എത്ര പേർക്ക് മനസ്സിലായില്ല? ഇയാളങ്ങനെ ഇങ്ങനെ പറയുന്നത്, മനുഷ്യന്റെ അമ്മ മുഖാന്തരമല്ലേ മനുഷ്യൻ ഇരിക്കുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾ കാണുന്ന കാഴ്ച വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാ അമ്മമാരും ആണ് മക്കളെ പ്രസവിക്കുന്നത്. കാണുന്ന കാഴ്ചയിൽ, ഭൂമിയിലുള്ള കാഴ്ചയിൽ നമ്മൾ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നു. എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാമോ? ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിൽ ആണിനെയാണ് ആദ്യം സൃഷ്ടിക്കുന്നത്, പെണ്ണിനെയല്ല സൃഷ്ടിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആണിനെ സൃഷ്ടിക്കുക. ഈ ആണിനെ സൃഷ്ടിച്ചിട്ട് ആ ആണിന്റെ ശരീരത്തിൽ നിന്ന് ഒരു വാരിയെടുത്തിട്ട് പെണ്ണിനെ സൃഷ്ടിച്ച്, ഇങ്ങനെ ഇവർ രണ്ടുപേരും ചേർത്തിട്ട് ദൈവം മനുഷ്യൻ എന്ന് വിളിച്ചു. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആണ് മാത്രമല്ല, പെണ്ണ് മാത്രമല്ല, രണ്ടും കൂടെ ചേരുമ്പോഴാണ് മനുഷ്യൻ. ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത് എപ്പോഴാണെന്നറിയാം? അവന്റെ ഭാര്യ വരുമ്പോഴാണ്. മനസ്സിലായില്ല? ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആരും പൂർണ്ണനല്ല. അതുകൊണ്ട് അവൻ തെറ്റുകളിലേക്ക് പോകുന്നു. എന്നാൽ ഒരു മനുഷ്യൻ പൂർണ്ണനാകണമെങ്കിൽ അവന്റെ ഭാര്യ അവന്റെ ജീവിതത്തിലേക്ക് വരണം. അവനും അവന്റെ ഭാര്യയും കൂടി ചേർന്ന് നിൽക്കുമ്പോ അവൻ ഒരു തെറ്റും ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പൊ കുടുംബം എന്നുള്ളത് ദൈവത്തിന്റെ സംഭാവനയാണ്, മനുഷ്യന്റെ സംഭാവനയല്ല. ഈ യഹോവയായ ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ മനുഷ്യനെ ഉണ്ടാക്കുന്നത് 6ാമത്തെ ദിവസമാണ്. ഉൽപ്പത്തിയില് ആദ്യത്തെ ദിവസം ആകാശം ഭൂമി സൃഷ്ടിച്ചു. പിന്നത്തെ ദിവസം നമുക്കറിയാൻ പറ്റും, വെള്ളത്തിന് മേൽ ജീവനെ കൊടുത്തു. പിന്നെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഈ സസ്യലതാദികളെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് അവസാന ദിവസം 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ ഉണ്ടാകുക. ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കിയേ. നിങ്ങൾ എവിടെന്നെങ്കിലും ബൈബിൾ കിട്ടുകയാണോ ഒന്ന് വായിക്കണം. അതിൽ ഉൽപ്പത്തിയിൽ ഇങ്ങനെയൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവും. ഞാനടക്കമുള്ള മനുഷ്യർ മുഴുവനും ഉണ്ടായത് ഒരൊറ്റ മനുഷ്യനിൽ നിന്നാണ്. ഒരൊറ്റ മനുഷ്യനിൽ നിന്നാണ് ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായത്. മനസ്സിലായോ? എന്നാൽ ആ മനുഷ്യനെ ആര് സൃഷ്ടിച്ചു? ആ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം മണ്ണെടുത്തിട്ട് തന്റെ കൈ വെള്ളയിലിട്ടിട്ട് തന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മളെല്ലാം ആരുടെ രൂപത്തിലിരിക്കുന്നു? സാക്ഷാൽ ദൈവത്തിന്റെ രൂപം മനുഷ്യന്റെ രൂപത്തിനോട് സാദൃശ്യമാണ്. മനുഷ്യ രൂപത്തിലാണ് ദൈവരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ ദൈവത്തിന് എന്തില്ല? മണ്ണല്ല ശരീരം. ദൈവത്തിന്റെ ശരീരം മണ്ണല്ല, ദൈവത്തിന്റെ ശരീരം ആത്മശരീരമാണ്. അതുകൊണ്ട് മണ്ണാകുന്ന മനുഷ്യന് അത് കാണാൻ പറ്റത്തില്ല. വിണ്ണിലേക്ക് പോയ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റും. ഈ ദൈവത്തിന്റെ ശക്തി ആത്മാവിന്റെ രൂപത്തിൽ കിടക്കുന്നത് കൊണ്ട് ആത്മാവിന് മാത്രമേ ആത്മാവിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ മനുഷ്യൻ ശരീരത്തിൽ മണ്ണിന്റെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം മനുഷ്യന്റെ ആത്മാവിനെ എല്ലാം കാണാൻ പറ്റില്ല. ബലഹീനതയുണ്ട്, ന്യൂനതയുണ്ട്.
അപ്പൊ നമ്മൾ എങ്ങനെയാ നമ്മുടെ ആത്മാവ് എങ്ങനെയാ മണ്ണിനകത്ത് വന്നത്? ഈ മണ്ണിനെ കൊണ്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? മൂക്കിലേക്ക് ശ്വാസം ഊതി. ശ്രദ്ധിക്കണം, നമ്മുടെ അകത്ത് ആത്മാവ് എങ്ങനെ വന്നതെന്നറിയോ? ദൈവത്തിന്റെ ശ്വാസത്താലാണ് ആത്മാവ് കയറിയത്. ആ ആത്മാവ് ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ഹൃദയം ഇടിക്കാൻ ഏത് എനർജിയാണ് ഉപയോഗിക്കുന്നത്? ഏത് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ കറണ്ട് അല്ലെ? നമുക്കിപ്പോ ഈ സംവിധാനങ്ങൾ മൈക്ക് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം? പ്ലഗ് കുത്തിയിട്ട് കറണ്ട് വലിക്കണം. ക്യാമറ പ്രവർത്തിക്കണമെങ്കിൽ അതിനെ ചാർജ് ചെയ്യണം. ഇതെല്ലാം പ്രവർത്തിക്കും. എന്തിനാ? ഈ അച്ചായൻ വായിക്കുന്ന കീബോർഡ് വായിക്കണമെങ്കിൽ അച്ചായൻ അതിൽ അമർത്തണം, ഒരു ബലം കൊടുക്കണം പുറമേ നിന്ന്. എന്നാൽ നമ്മുടെ അകത്തുള്ള രക്തം, കാലിലെ രക്തം തലച്ചോറ് വരെ എത്തുകയാണ്. ഇങ്ങനെ ഒറ്റ പോക്കാം. ഇതിന് ബലം കൊടുക്കുന്നത് ആരാണ്? ഇതിനകത്ത് താമസിക്കുന്ന ഒരു ആത്മാവാണ് ഇതിന് ബലം കൊടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവെന്താ അറിയോ? നിങ്ങൾ പനി പിടിക്കുമ്പോൾ ബാക്ടീരിയ എന്റെ ശരീരത്തിൽ കയറിയാൽ, അണുക്കൾ ശരീരത്തിൽ കയറിയ നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യും? ചൂട് പിടിക്കും. അത് നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങളുടെ ശരീരം ചൂട് പിടിക്കുന്നത്? അല്ല, സ്വതവേ ചൂട് പിടിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സമ്മതം കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി നമ്മുടെ അകത്തുണ്ട്. ആ ശക്തിയുടെ പേര് ആത്മാവെന്നാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഈ ആത്മാവിനെ എവിടെ നിന്ന് കിട്ടി? ഈ ആത്മാവും ശരീരം എന്ന മണ്ണുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. നിങ്ങളെന്ന ശരീരം വെറും മണ്ണാണ്. ഈ ശരീരം ആത്മാവിനെ ജനിപ്പിച്ചതല്ല. ഈ ശരീരമല്ല ആത്മാവിനെ ജനിപ്പിച്ചത്. ആത്മാവ് ദൈവത്തിൽ നിന്നും വന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയാം. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉളവായ സമയത്ത് ആദ്യത്തെ ഒരു മാസം കുഞ്ഞിന്റെ ശബ്ദമൊന്നും കേൾക്കത്തില്ല, രണ്ടാമത്തെ മാസമൊന്നും കേൾക്കത്തില്ല. എന്നാൽ 3 മാസം ആകുമ്പോഴത്തേക്ക് ഒരു ഇടിപ്പ് വരാൻ തുടങ്ങും അല്ലേ? 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഇടിപ്പ് വരാൻ തുടങ്ങും. ഈ മിടിപ്പ് വരുന്ന ആ സമയത്താണ് ആ മാംസ കഷ്ണത്തിനകത്തേക്ക് ദൈവം തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ ഉളവാകൽ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ 1 മാസത്തിൽ ആ ബീജത്തിന് ജീവനില്ല. രണ്ടാമത്തെ മാസം അതൊരു വെറും മാംസപിണ്ഡമാണ്. എന്നാൽ 3-ാമത്തെ മാസം മുതൽ അതിനൊരു ഇളക്കം വരികയാണ്. അത് ശ്വാസം എടുക്കാൻ തുടങ്ങുകയാണ്. അതിനിടയിൽ എന്തോ ഒരു ദൈവത്തിന്റെ തന്റെ പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ഗർഭിണിയുടെ അടുത്ത് എപ്പോഴും നമ്മൾ സംരക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ? ഒരു ഗർഭിണിയെ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞ ഒരു ദൈവികത്വം ഉള്ള ആളായിട്ട് കാണാറുണ്ട്. ശരിയല്ലേ? ഒരു കുഞ്ഞിനെ പ്രസവിക്കുക ചെറിയ കാര്യമാണ്. അതൊരു സൃഷ്ടിപ്പാണ്. കുഞ്ഞിനെ ഉളവാക്കുക എന്ന് വെച്ചാൽ സൃഷ്ടിപ്പാണ്. അത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ലോകത്തിലെ ഒരു ശക്തിക്ക് ചെയ്യാൻ പറ്റില്ല. സാക്ഷാൽ ദൈവത്തിന് മാത്രമേ. സൃഷ്ടി ദൈവത്തിന്റെ കർമ്മമാണ്, മനുഷ്യന്റെ കർമ്മമല്ല. ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടാകുന്നത്? മനുഷ്യന്റെ ആഗ്രഹം പ്രകാരം ദൈവത്തിന്റെ ഇഷ്ടത്താൽ ഉണ്ടാകുന്നത്. എത്ര പേർക്ക് മനസ്സിലായില്ല? മനുഷ്യൻ ആഗ്രഹിച്ച ദൈവം എല്ലാം കൊടുക്കാൻ തയ്യാർ. അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. ആമേൻ പറഞ്ഞാട്ടെ. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവം മനുഷ്യന് വേണ്ടി ഒരു കുടുംബം ഉണ്ടാക്കി കൊടുത്തു. ആ കുടുംബത്തിനകത്ത് തലമുറ എന്ന ദാനം കൊടുത്തു. ഇപ്പൊ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്, ഒരു സംഭവമാണ്, ഒരു പ്രവൃത്തിയാണ്. നമ്മൾ അതിനെ കുറിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇത് ദൈവം ഓൾറെഡി കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ? ഒരാണും പെണ്ണും കുടുംബമാക്കിയാൽ അവർക്ക് കിട്ടുന്ന റിവാർഡാണ് തലമുറ. ഇനി റിവാർഡ് ലഭിച്ചില്ലെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങളും ദൈവമായിട്ട് എന്തോ പ്രശ്നം. നിങ്ങൾക്ക് തലമുറ കിട്ടുന്നില്ലേ, നിങ്ങളും ദൈവമായിട്ട് എന്തോ വിഷയമുണ്ട്. ഒന്നുകിൽ അത് ശാപമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പാപമായിരിക്കാം. അപ്പൊ അത് നിമിത്തം ദൈവത്തിൽ നിന്ന് നീ ഒന്ന് അകന്ന് നിൽക്കുന്നുണ്ട്. ദൈവം നിനക്ക് കുഞ്ഞിനെ തരാത്തത്. അപ്പൊ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എല്ലാ ദൈവങ്ങളെയും എന്ത് ചെയ്യും? നേർച്ച കിട്ടാൻ വേണ്ടി പോകും. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നേർച്ച കെട്ടിയിട്ടല്ല ജയിക്കേണ്ടത്. നമ്മുടെ തെറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്തുമ്പോഴാണ് നമുക്ക് കുഞ്ഞുണ്ടാകുന്നത്. മനസ്സിലായോ? കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ സഹോദരിമാർ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ ദൈവത്തോട് ശരണം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കുഞ്ഞുണ്ടായിട്ടില്ല. അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിന്റെ അകത്ത് നന്മയുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും. ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ അകത്ത് ദൈവം ഉണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ദൈവം ഒരു മനുഷ്യന്റെ അകത്ത് ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? നന്മയുടെ രൂപത്തിലാണ്. നന്മ
തിന്മ ചെയ്യുന്നവനല്ല ദൈവം, നന്മ ചെയ്യുന്നവനാണ്. മനുഷ്യന് മാത്രമല്ല ദൈവം പിതാവായിട്ടിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും സ്രഷ്ടാവാണ് ദൈവം. ഈ ദൈവത്തെ ആരും കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ ഈ ദൈവത്തെ അറിയിക്കാൻ സ്വർഗത്തുനിന്ന് ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിന്റെ അധികാരവുമായിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് നിങ്ങൾ അത്ഭുതമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ യഥാർത്ഥ ദൈവത്തെ നിങ്ങൾ കണ്ടാൽ എത്രമാത്രം അത്ഭുതപ്പെടും എന്ന് പറഞ്ഞു. ആ വ്യക്തിയുടെ പേരെന്താ? ആ വ്യക്തിയുടെ പേര് യേശു ക്രിസ്തു. നിങ്ങൾക്കറിയാമോ, ഈ ബൈബിള് രൂപപ്പെടുന്നത് പോലും യഹൂദന്മാരുടെ വിശ്വാസ നിമിത്തമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവികളാണ്, മനുഷ്യരാണ് യഹൂദന്മാർ. അവരാണ് ഈ ലോകത്തിലെ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ, യഹൂദനാണ്. അറിയാമോ? ഭൂഗുരുത്വ ആകർഷണ ബലം കണ്ടുപിടിച്ച സാർ ഐസക് ന്യൂട്ടൻ യഹൂദനാണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ച രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് ഇപ്പൊ വീരവാദം മുഴക്കണമെങ്കിൽ അവരാരോട് നന്ദി പറയണം? ആൽബർട്ട് ഐൻസ്റ്റീനോട് നന്ദി പറയണം. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാ? യഹൂദനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ആരാണ് കണ്ടുപിടിച്ചത്? ഒരു മനുഷ്യ വിഭാഗമാണ് കൂടുതൽ കണ്ടുപിടിച്ചത്. ആ മനുഷ്യ വിഭാഗം ആരാണ്? ജൂതന്മാർ. ഈ ജൂതന്മാർക്ക് എങ്ങനെ ഇത്രമാത്രം ബുദ്ധി കിട്ടി, ഇത്രമാത്രം അറിവ് കിട്ടി? കാരണം അവർ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നു. അവര് ഒരിക്കലും കല്ലും മണ്ണൊന്നും എടുത്തിട്ട് ദൈവമാണെന്ന് പറയത്തില്ല. അവരാകാശത്തേക്ക് നോക്കിയിട്ട് പറയും, സൃഷ്ടാവേ. സൃഷ്ടാവേ എന്ന് അവർ വിളിക്കുള്ളൂ. അവർ ഭൂമിയെ നോക്കിയിട്ട് ദൈവമേ എന്ന് വിളിക്കില്ല. അവർ മനുഷ്യനെ നോക്കിയിട്ട് ദൈവമേ എന്ന് വിളിക്കില്ല. അവരാരെ വിളിക്കുള്ളൂ? ഉയരത്തിലുള്ള ശക്തിയെ മാത്രം വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് അവർക്ക് ആ ശക്തി ഭൂമിയിലേക്ക് വന്ന് അവരുമായിട്ട് സംസാരിക്കുന്നു. ആ ശക്തിയുടെ പേരെന്താ? ആ ശക്തിയുടെ പേരാണ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പ്രപഞ്ചത്തിന്റെ സത്യങ്ങൾ നിന്റെ അകത്ത് വരും. നീ വലിയ പഠിപ്പും വിവരമുള്ള ആളാകണമെന്നില്ല, പക്ഷേ ദൈവവുമായിട്ട് നീ ബന്ധപ്പെട്ടാൽ നിനക്ക് അഗോചരമായ കാര്യങ്ങളിലേക്ക് നിന്നെ നയിക്കപ്പെടും. ഇതൊന്നും ഞാനൊരു സന്യാസ ജീവിതത്തിൽ നിന്ന് പറയുന്ന ഒരാളല്ല. നമ്മൾ സന്യാസം പിടിച്ചാലേ അല്ലേ, പ്രാണായാമത്തിലൊക്കെ എത്തിയാലേ അല്ലേ ആത്മജ്ഞാനം വരൂ എന്നൊക്കെ പണ്ഡിതന്മാര് പറയും. എന്നാൽ നിനക്ക് ഇത് മനസ്സിലാക്കാൻ നീ ലോകത്തിൽ നോക്കിയാൽ മതി. ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെ നോക്കിയാൽ എന്തൊക്കെ അത്ഭുതമാണെന്ന് അറിയാമോ? മനസ്സിലായി? ലോകത്തിന്റെ സൃഷ്ടി ഏറ്റവും വലിയ അത്ഭുതം എന്നറിയോ? നിന്റെ മകന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ മകനെ കാണാൻ നിന്റെ ഭർത്താവിന്റെ അതേ ഛായയാണ്, അതേ രൂപമാണ്, എല്ലാം ശരിയാ. പക്ഷെ നിന്റെ ഭർത്താവല്ല അവൻ, അവന്റെ അച്ഛനല്ല അവൻ വേറൊരു വ്യക്തിയാണ്. ശ്രദ്ധിക്കണം, രൂപം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അകത്തുള്ള ആള് വേറെ. അപ്പൊ ഇതെങ്ങനെയാണ്? നമ്മുടെ പിതാവിന്റെ ബീജത്തിലൂടെ നമ്മൾ ജനിക്കുമ്പോ പിതാവിന്റെ രൂപസാദൃശ്യം നമുക്ക് കിട്ടാം, പക്ഷെ ആത്മാവ് പിതാവിൻ്റെതല്ല. മനസ്സിലായി? നിന്റെ അച്ഛന്റെ അല്ല ആത്മാവ് നീ. നിന്റെ അച്ഛന്റെ ആത്മാവ് വേറെയും നിന്റെ ആത്മാവ് വേറെയും. എന്നാൽ അച്ഛന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ നിന്റെ ശരീരത്തിലുണ്ട്. അച്ഛന്റെ രക്തത്തിന്റെ ഓഹരി നിന്റെ മേലുണ്ട്, അപ്പന്റെ രക്തത്തിന്റെ ഓഹരി നിന്റെ മേലുണ്ട്. പക്ഷെ അപ്പന്റെ ആത്മാവിനെ അല്ല നിനക്ക് കിട്ടിയത്, അത് ദൈവം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത ആത്മാവ്. ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞ് 4 വയസ്സാണ്. അവളുടെ ചെവി കാണാൻ അല്ലെങ്കിൽ കണ്ണ് കാണുമ്പോൾ എന്നതാണെന്നൊക്കെ പലരും പറയും. പക്ഷേ ഞാൻ അവളെ നോക്കുമ്പോൾ വേറൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവർക്ക് ബഹുമാനം കൊടുക്കുന്നു. ഞാനല്ല. സ്തോത്രം. ഇതിന്റെ പിന്നിലുള്ള സംഗതി എന്താണെന്നറിയാമോ? അവളുടെ അകത്ത് ഒരു ആത്മാവിനെ ദൈവമാണ് കൊടുത്തത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ശരീരം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ശരീരത്തെ മാത്രമേ ഒരു മനുഷ്യന് ഉളവാക്കാൻ പറ്റൂ. അവന്റെ അകത്തുള്ള ജീവനെ ഉളവാക്കണമെങ്കിൽ നിനക്ക് പറ്റത്തില്ല. അത് സ്രഷ്ടാവ് വിചാരിക്കണം. ഈ സ്രഷ്ടാവ് ആരാണ്? ദൈവം ആത്മാവാകും. നല്ല ആത്മാവിന്റെ പേരാണ് സ്രഷ്ടാവ്. എല്ലാ ആത്മാവും നല്ലതല്ല. മരിച്ചുപോയ അനേക ആത്മാക്കളുണ്ട്. എല്ലാം നല്ലതാണോ? മരിച്ചുപോയവരുടെ ആത്മാക്കളൊക്കെ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഭൂമിയിൽ കുറെ ദുഷ്ടാത്മാക്കളുണ്ട്. അവരൊക്കെ എവിടെയാ ഉള്ളത്? അവരൊക്കെ നല്ല പ്രവൃത്തി ചെയ്യില്ല. എന്നാൽ നിനക്കറിയാമോ, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു ചെയ്തത് ഭയങ്കരമായ നന്മകളാണ്. കാരണം ഒരു മനുഷ്യന്റെ രോഗം 1 സെക്കൻഡ് കൊണ്ട് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു വിടുവിച്ചു കൊടുത്തു. ഇത് നന്മയല്ലേ? മരിച്ചുപോയ ഒരു ലാസർ എന്ന് പറയുന്ന മനുഷ്യനെ യേശു ക്രിസ്തു കല്ലറയുടെ അടുത്ത് പോയിട്ട് ഒരൊറ്റ വിളി, ലാസറെ പുറത്തു വരിക. ലാസർ അതാ നടന്നു വരുന്നത്.
ഇത് ചെയ്യാൻ യേശുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് യേശുവിന്റെ ശക്തിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഒരു മനുഷ്യനും മരിച്ചിട്ട് ഉയർത്ത് എഴുന്നേറ്റ് വന്നിട്ടില്ല. എന്നാൽ ഒരേ ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. ആ മനുഷ്യന്റെ പേര് യേശു ക്രിസ്തു. അതുകൊണ്ട് അവനെ ഞങ്ങൾ മനുഷ്യനായിട്ട് കാണുന്നില്ല. അവൻ സാക്ഷാൽ ദൈവത്തിന്റെ അവതാര പുരുഷൻ. അവൻ സാക്ഷാൽ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവരെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. ഇങ്ങനെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നിനക്ക് നീ ആരെന്ന് മനസ്സിലാവും. നിന്റെ അകത്തുള്ള ആത്മാവിനെ മനസ്സിലാകും. നിന്റെ ശരീരം നശിച്ചു പോകുന്ന ശരീരമാണെന്ന് മനസ്സിലാക്കും. ഈ ശരീരം താൽക്കാലികമാണ്. 80 വർഷം വരെ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി ഉള്ളൂ. ചിലർക്ക് 50 വയസ്സ് വരെ, ചിലർക്ക് 40, ഇത്രയേ ഉള്ളൂ. ദൈവം അവർക്ക് കൊടുത്ത ഗ്യാരണ്ടി വാറണ്ടി എത്രയാണെന്ന് അവർക്കും അറിയത്തില്ല. സമയമാകുമ്പോൾ അവരൊക്കെ ഒരു ദിവസം കാണാം ഇന്നയാള് മരണപ്പെട്ടു. എന്താ കാര്യം? അവരുടെ ശരീരത്തില് ഇനി അങ്ങോട്ട് പോകാനുള്ള ശക്തിയില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പോ ആത്മാവിനെ അവിടെ നിൽക്കാൻ പറ്റില്ല. ആത്മാവ് എന്ത് ചെയ്യും? ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. നിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ പേരാണ് മരണം, ഭൗതിക മരണം. ഈ ഭൗതിക മരണം എല്ലാവർക്കും ഉണ്ട്. യേശുക്രിസ്തുവിനും ഉണ്ടായിരുന്നു. എന്നാൽ ആത്മാവിന്റെ മരണം യേശുക്രിസ്തുവിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റു ശരീരത്തോടെ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റപ്പോൾ, യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ലോകത്തിലെ മാനവരാശിക്ക് മനസ്സിലായി മരണത്തിനപ്പുറവും ജീവിതമുണ്ടെന്ന്. അതുവരെ മരണത്തോട് അവസാനിച്ചു എന്ന വിശ്വാസ പ്രമാണങ്ങളാണ് എല്ലാ മതക്കാരും വിശ്വസിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമുള്ള ഉയർപ്പ് നിമിത്തമാണ് നമ്മളടക്കം എല്ലാവരും വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കാൻ പറ്റുമല്ലോ. അതെങ്ങനെ ജീവിക്കുന്നേ? മരിച്ചാലും നിനക്ക് എഴുന്നേറ്റ് വരാൻ പറ്റണമെങ്കിൽ ഞാൻ ഏത് വരം വേണം? ഏത് വരാ വേണ്ടത്? ഏത് ഭക്തിയെ നമ്മൾ കൊണ്ടു നടക്കണം? മരിച്ചാലും നീ ജീവിക്കണമെങ്കിൽ നിന്റെ അകത്തുള്ള ആത്മാവിന് ഒരു ശക്തി കൊടുക്കുന്ന വേറൊരു ആത്മാവ് കയറണം. ആ ആത്മാവ് ലോകത്തിന്റെ ആത്മാവല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആത്മാവ്, സാക്ഷാൽ ദൈവത്തിന്റെ ആത്മാവ്. കുറച്ചുകൂടെ ആഴത്തിൽ പറയുകയാണെങ്കിൽ യേശുവിന്റെ അകത്തുള്ള ആത്മാവ്. ആ ആത്മാവിനെയാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എത്ര പേര് ആമേൻ പറയും? പരിശുദ്ധ ആത്മാവിനെ നീ നിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അതിനെ വിളിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്കണം. നീ ദൈവത്തെ അന്വേഷിക്കണം. ദൈവമേ ദൈവമേ നീ ആരാണ്? എന്റെ മുന്നിൽ വരൂ, വെളിപ്പെടോ 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 എന്ന് വെച്ചാൽ നീ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. നീ ധ്യാനിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? നീ ധ്യാനിക്കുമ്പോൾ നിന്റെ ലോകത്തിന്റെ കണ്ണുകൾ അടഞ്ഞു പോവുകയാണ്. നിന്റെ ലോകത്തിന്റെ കണ്ണടഞ്ഞിട്ട് ആത്മാവിന്റെ കണ്ണ് തുറക്കും. ആത്മാവിന്റെ കണ്ണ് തുറക്കുമ്പോൾ അവിടെ നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധ ആത്മാവ്. അമ്മേ പറഞ്ഞോ? നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെ എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ പരീക്ഷിച്ചു നോക്കി. ഞാൻ ദൈവത്തെ കണ്ടുപിടിക്കലാണ് എന്റെ ജോലി. തുടക്കത്തിൽ ഞാൻ പല ദൈവങ്ങളുടെ പിറകെ പോയതാണ്. പോയിട്ട് അതൊന്നും ഒറിജിനൽ അല്ലെന്ന് മനസ്സിലായി. അവസാനം യേശുക്രിസ്തുവിൽ എത്തിയപ്പോഴാണ് ഒറിജിനലാണ് മനസ്സിലായത്. ഈ യേശുക്രിസ്തുവിന്റെ മുന്നിൽ എത്തിയപ്പോൾ ഞാൻ നിന്നു. കാരണം അവിടെ എന്റെ ഒരു പരിപാടി നടക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ അവൻ മദ്യപാനം ഉപേക്ഷിക്കണം. അത് സാധാ മനുഷ്യന്മാർക്ക് പറ്റില്ല. ലോകസുഖം അനുഭവിക്കുന്ന ഇഷ്ടമുള്ള മനുഷ്യർക്ക് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ കിട്ടണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. കാരണം എന്താണെന്നറിയോ? മദ്യപാനം നിർത്തണം, വെറിക്കൂത്ത് നിർത്തണം, പിന്നെന്ത് ചെയ്യണം? വ്യഭിചാര സ്വഭാവങ്ങൾ നിർത്തണം. ലോകത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ നിർത്തിയിട്ട് ശരിക്കും ഒരു സന്യാസിക്കണം. സന്യാസ ജീവിതം വേണം. നല്ല വിശുദ്ധി വേണം. ഹൃദയം, നിന്റെ ഹൃദയത്തില് വേണ്ടാത്ത പരിപാടി പറ്റില്ല. എല്ലാ പരിപാടിയും ചെയ്തിട്ട് ദൈവത്തെ വിളിച്ചാൽ ദൈവം വരില്ല. ദൈവം നിന്നെ പോലല്ല, അതാണ് കാര്യം. അപ്പൊ എല്ലാ പരിപാടിയും നിർത്തിയിട്ട് നിന്റെ പരിപാടി നീ നിർത്തുമ്പോൾ ദൈവത്തിന്റെ പരിപാടി തുടങ്ങും നിന്റെ വീട്. വിവേകാനന്ദൻ വളരെ ഒരു താത്വികനായിരുന്നു. അദ്ദേഹം യേശുക്രിസ്തുവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം? കാരണം യേശുക്രിസ്തുവിന്റെ സ്വഭാവം വളരെ സ്നേഹം നിറഞ്ഞതാണ്, സമാധാനം നിറഞ്ഞതാണ്. ഈ വിവേകാനന്ദൻ പോലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ, അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങളിൽ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. വേദാന്തം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വേദാന്തം. ഇന്ത്യയുടെ, ഭാരതത്തിന്റെ വേദാന്ത ചരിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് യേശുക്രിസ്തുവിന്റെ ആ ഒരു ഭക്തിയാണ്.
ആ ഭക്തി അദ്ദേഹം ഹിന്ദുവിൽ തന്നെ നിന്നിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മേഖല, ഇന്ത്യൻ തിയോളജിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്ക് അറിയുന്നത് ഇദ്ദേഹം മാത്രമൊന്നല്ല, അതായത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരില് ഭാരതത്തിന്റെ ചരിത്രത്തിൽ അനേകർക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗാന്ധിജി യേശുവിനെ അനുകരിക്കുന്ന ഒരാളാണ്. കാരണം എന്താ അറിയാം, യേശു സത്യമേ പറയുള്ളൂ, കളവ് പറയില്ല. ഗാന്ധിജിയും സത്യം മാത്രമേ പറയൂ. യേശു ആരെയും കൊല്ലില്ല. ഇങ്ങോട്ട് അടിക്കാൻ വന്ന ആളോടും ഇവനെ രക്ഷിക്കണമേ എന്നാണ്. അഹിംസയാണ് യേശുവിന്റെ സിദ്ധാന്തം. ഇത് തന്നെയാണ് ഗാന്ധിജി എന്ത് ചെയ്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ചത്. അപ്പൊ ഇദ്ദേഹം ബൈബിള് വായിച്ച് മനസ്സിലാക്കിയതാണ്, ഒരു മുഖത്തടിച്ചാൽ മറുമുഖം കാണിക്കണം. ആരാ പറഞ്ഞത്? ഗാന്ധിജിക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഗാന്ധിജി ജനിക്കുന്നതിന് മുന്നേ ബൈബിളിൽ എഴുതപ്പെട്ടതാണ് ഈ വാക്ക്. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കണം, അപ്പൊ മനസ്സിലാവും. ലോകത്ത് ഓരോ മനുഷ്യരും, പ്രശസ്തരായ മനുഷ്യരും, ഓരോ ബൈബിളിൽ ആശയം വെച്ചിട്ടാണ് അവർ ഉയർന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയത്. നിങ്ങൾക്കറിയാം, EMS നമ്പൂതിരിപ്പാട് വളരെയധികം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ബൈബിൾ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരു സുവിശേഷകൻ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സുവിശേഷകൻ അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടി അടുത്ത് വന്നു. അപ്പൊ അദ്ദേഹം ഒരേ കമ്പാർട്ട്മെന്റിൽ രണ്ടുപേരും സഞ്ചരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഈ EMSനോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ EMS ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ സുവിശേഷകനാണ്. നിങ്ങൾ യഥാർത്ഥ സുവിശേഷകനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. EMS എന്താ? അതാണ് സത്യം. യഥാർത്ഥമായി നീ യേശുവിനെ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ എല്ലാവരോടും ഇത് പറയാൻ വ്യഗ്രത കാണിക്കും. നീ അറിഞ്ഞ സത്യം എന്ന് ആര് പറയാണ്? ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിൽ പോലും ആരെക്കുറിച്ച് ഇൻഫ്ലുവൻസ് വന്നു? നമ്മുടെ സാക്ഷാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ഇൻഫ്ലുവൻസ് വന്നു. നിങ്ങൾക്കറിയാം, പറഞ്ഞല്ലോ. ഇനിയും ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ രാജാറാം മോഹൻ റോയ് അറിയാം. രാജാറാം മോഹൻ റോയ് ഇദ്ദേഹം സതി നിർത്തലാക്കാൻ കൂട്ടുനിന്ന ആളാണ്. അനാചാരങ്ങൾക്കെതിരെ പോലെയാണ്. പക്ഷെ അദ്ദേഹത്തിനും ഈ ഒരു അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇതുപോലെ മിഷണറിമാര് വഴി ഇന്ത്യയിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറിമാർ. ഇതൊന്നും മതമല്ല ദൈവമക്കളെ, മതത്തെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങളൊരു നല്ല ആശയം, അത് ഏത് രാജ്യക്കാർ കൊണ്ട് നടക്കുന്ന ആശയമാണെങ്കിൽ, നല്ല ഭക്തി ആര് കൊണ്ടു നടന്നാൽ അത് നമ്മൾക്ക് അനുഗ്രഹമാണെങ്കിൽ നമ്മളത് സ്വീകരിച്ചാൽ തെറ്റില്ല. ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന സംസ്കാരം, തള്ളിക്കളയുന്ന സംസ്കാരമില്ല. പോർച്ചുഗീസുകാർ വന്നു, സ്വീകരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാർ വന്നു, സ്വീകരിച്ചു. ബ്രിട്ടീഷുകാർ വന്നു, സ്വീകരിച്ചു. അതിന് മുന്നേ അറബികൾ വന്നു, സ്വീകരിച്ചു. ഏതൊക്കെ രാജാക്കന്മാർ വന്നു ഇന്ത്യയിൽ, അവരെല്ലാം ഇവിടെ കീഴടക്കി പോയി. എങ്കിലും ഇന്ത്യക്ക് ഒരു പ്രശ്നവും ഇതുവരെ പറ്റിയിട്ടില്ല. ഇന്ത്യ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടു. ചില നന്മകളൊക്കെ അവരെ അടിച്ചു മാറ്റി കൊണ്ടുപോയെങ്കിലും അവരുടേതായ കുറെ നന്മകൾ ഇവിടെ വിതച്ചിട്ടാണ് പോയത്. നിങ്ങൾക്കറിയാം, ഒരു റെയിൽവേ സംവിധാനം ആരുടെ സംഭാവനയാണ്? ഇന്ന് കാണുന്ന ഈ ഇന്ത്യൻ റെയിൽവേ ആരുടെ സംഭാവനയാണ്? ബ്രിട്ടീഷുകാരുടെ, അല്ലേ? ബ്രിട്ടീഷുകാർ ഒരുപാട് ദ്രോഹം നമുക്കെതിരെ ചെയ്തെങ്കിലും അവരിലൂടെ ഡെവലപ്പ് ആയതാണ് ഇന്ത്യയുടെ കൾച്ചർ. ഇന്ത്യ ഏത് കൾച്ചറിൽ ഉണ്ടായിരുന്നതാണ്? വെറും നാട്ടുരാജ്യങ്ങളിൽ ഒതുങ്ങിയിരുന്ന ഇന്ത്യയുടെ ആ ഭരണഘടന അങ്ങ് മാറ്റിക്കളഞ്ഞു. അവർ 100 വർഷം ഭരിച്ചപ്പോ തന്നെ ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കത്തക്ക നിലവാരത്തിൽ ഒരു വളർച്ച. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഇതൊക്കെ ബ്രിട്ടീഷുകാർ എങ്ങനെ വന്നു? വ്യവസായത്തിന് വന്നു. അതിനു മുന്നേ എങ്ങനെ വന്നു? അവർക്ക് ഈ സ്ഥലം എങ്ങനെ കണ്ടെത്തി? ഇതുപോലെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, തോമസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ ഇന്ത്യയിൽ വന്ന ആളാണ്. അറിയാം, യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായി. അതിൽ ഒരാളുടെ പേര് തോമസ് എന്നാണ്. ഈ തോമസ് ഭയങ്കര സംശയക്കാരനായി. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ ശിഷ്യന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അപ്പം ഒരു മുറിക്കകത്ത് യേശു ക്രിസ്തു ഉണ്ട്, ശിഷ്യന്മാരുണ്ട്. തോമസ് പിന്നീട് വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, യേശു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ തോമസ് പറയാണ്, യേശു മരിച്ച ആളല്ലേ? മരിച്ച ആളെങ്ങനെ വരുന്നേ? ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് യേശു അവിടെ തോമസിനോട് പറയുകയാണ്, തോമസേ, ഞാനിതാ, നീ എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ കൈയുടെ അവിടെ തുളയുണ്ട്. കാരണം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ആണി തറച്ചിട്ടല്ല, കൈപ്പത്തിയിൽ ആണി തറച്ചത്. അതിന്റെ ഒരു തുളയുണ്ട്, സുഷിരമുണ്ട്. ഇതിൽ നീ കൈയിട്ടിട്ട് വിശ്വസിക്കുന്ന യേശു ക്രിസ്തു. അത് മരിച്ചിട്ട് ആത്മരൂപത്തിൽ നിൽക്കുന്ന യേശു ക്രിസ്തു ആരുടെ മുന്നിലാ? തോമസിനോട് പറഞ്ഞു. ആ തോമസ് ആണ് പിന്നീട് എങ്ങനെ വന്നത്? യേശു ക്രിസ്തുവിനെ ദൈവമാണ്, സത്യദൈവമാണെന്ന് പ്രചരിപ്പിക്കാൻ ഇന്ത്യയിലേക്ക് വന്നു.
ആ സത്യദൈവം യേശു ക്രിസ്തുവാണെന്ന് ഇവരുടെ അനുഭവത്തിൽ എങ്ങനെ മനസ്സിലായി? ഇദ്ദേഹം മാത്രം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു. അപ്പൊ ഇന്ത്യയില്, കേരളത്തില് ക്രിസ്തു എന്ന സത്യത്തെ വെളിപ്പെടുത്തിയത് ആരാണ്? യേശുവിന്റെ ശിഷ്യനായ തോമസ് ആണ്. ക്രിസ്ത്യാനികൾ ഇതിനെ തോമസ് ലീഹ എന്ന് വിളിക്കും. അദ്ദേഹം മരണപ്പെടുന്നത് ചെന്നൈയിലാണ്. അദ്ദേഹം മരണപ്പെടുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അദ്ദേഹത്തെ കൊല്ലുകയാണ്. എങ്ങനെ കൊല്ലുന്നത്? ഇവിടെയുള്ള മറ്റു മതക്കാർക്ക് മനസ്സിലായി, ഇവൻ ഇവിടെ അധികം നിർത്തിയാൽ ഇവനെ നടക്കുന്നത്. മതമല്ല, യേശു എന്ന സത്യത്തെ ഒരാൾക്ക് കിട്ടിയാൽ അയാളെ നന്നാവും. അപ്പൊ ഇവിടെയുള്ള കുറെ, എല്ലാ മതക്കാർക്കൊന്നും വിഷയമില്ല, പക്ഷെ ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോഴും അതുകൊണ്ട് സത്യത്തെ വളച്ചൊടിക്കാനും അവരുടെ മേൽക്കോയ്മ സ്ഥാപിക്കാനും നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അവരാണ് തോമസിനെ കൊന്നുകളഞ്ഞത്. തോമസ് അങ്ങനെ രക്തസാക്ഷിയായി. ആ തോമസിന്റെ രക്തം വീണ നാടാണ് ഇന്ത്യ. അറിയാമോ? ആ ഇന്ത്യയിലെ ദൈവം വല്ലതും ചെയ്യാതിരിക്കുമോ? നിങ്ങൾക്കറിയാമോ? ദൈവം തന്റെ ഭക്തന്റെ രക്തത്തിന് കണക്ക് ചോദിക്കുന്ന ദൈവമാണ്. മനസ്സിലായി? യേശു സ്നേഹിക്കുന്ന ദൈവമാണ്, എല്ലാം നൽകുന്ന ദൈവമാണ്. എന്നാൽ തന്നെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിയുള്ളവർക്കും അവൻ സകലതും നന്മയ്ക്കായി കൂടി വരും. എത്ര പേർക്ക് മനസ്സിലായി ഈ കാര്യങ്ങൾ? പ്രിയ ദൈവങ്ങളെ, നമ്മളിങ്ങനെ വെറുതെ ഈ ലോകത്തിലെ സുഖങ്ങളിൽ ജീവിച്ച് ഒരു ദിവസം ഞാൻ മരിക്കും, അതല്ല ജീവിതം. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മുടെ ആത്മാവിന്റെ ജീവിതമാണ്. ആത്മാവ് ശരീരം വിട്ട് പുറത്തു വരും. അപ്പോൾ നമ്മൾ ദുരിതത്തിലാവരുത്. അതിനു വേണ്ടി നമ്മൾ യേശുവുമായിട്ടൊരു ബന്ധം വേണം. കാരണം യേശുവാണ് ഉയർത്തെഴുന്നേറ്റ് വന്ന ഏക മനുഷ്യനും ഏക ദൈവവും. ആ യേശുവുമായിട്ട് ബന്ധം വന്നാൽ യേശുവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. മരിച്ചതിന് ശേഷം ഒരു മോക്ഷത്തിന് വേണ്ടി നമ്മളെ യേശുവിന്റെ ആത്മാവ് സഹായിക്കും, ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ജോലി ചെയ്യുന്നവർ പോലും ജോലി ഒഴിവാക്കിയിട്ട് ഇപ്പോൾ യേശുവിന്റെ കാര്യം, ഇപ്പൊ ലോക അവസാനത്തിലേക്ക് നടക്കുകയാണ്. യുദ്ധം വരാൻ പോവുകയാണ്. ചെറിയ യുദ്ധം എന്നല്ല, 3-ാം ലോക യുദ്ധം. പിന്നെ ഇവിടെ ഓക്സിജൻ കാണത്തില്ല. ഓക്സിജൻ ഇനി പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും നമുക്ക് ശ്വസിക്കാൻ. അറിയാമോ? അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് വരിക. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ. കഠിനമായ ചൂടല്ലേ? ഈ ചൂടെങ്ങനെയാ വരുന്നേ? കാരണം യുദ്ധം വന്ന് ഇവര് മാരകമായ ബോംബിട്ടിട്ട് അന്തരീക്ഷത്തില് ഈ പറയുന്ന വാതകങ്ങളെല്ലാം കലങ്ങി പോയി. വാതകങ്ങൾക്ക് വ്യതിയാനം വന്നു. പിന്നെ ഈ പഴയ ഓക്സിജനെ നമുക്ക് കിട്ടുമോ? പഴയ പോലെ കിട്ടുമോ? ഇതിന്റെ അളവില് മാറ്റം വരുന്നുണ്ട്. അപ്പൊ യുദ്ധം നിമിത്തം ഭൂമിയില് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. ഇതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുണ്ട്. യുദ്ധം വരും, ക്ഷാമം വരും. യേശു ഭൂമിയെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു സമയം, യേശുവിന്റെ സഭയെ എടുക്കാൻ വേണ്ടി വരുന്ന ഒരു സമയം. മധ്യാകാശത്ത് യേശു വരും. മരിച്ചിട്ടല്ല, ഉയർത്തെഴുന്നേറ്റ് പോയ യേശുവാണ് വരുന്നത്. അപ്പൊ അതിനു മുന്നോടിയായിട്ട് രാജ്യങ്ങളിൽ എന്തൊക്കെ കാണുമെന്ന് അറിയാമോ? യുദ്ധങ്ങൾ കാണും, ദാരിദ്ര്യം കാണും, ക്ഷാമം കാണും. പിന്നെന്തൊക്കെ കാണുമെന്ന് അറിയാമോ? സ്ത്രീകൾ വരുന്നത് കാണും. പിന്നെ കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടില്ല, ആണിനെ കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ സ്ത്രീകളുടെ ആധിപത്യം വരും ലോകത്ത്. സ്ത്രീകളുടെ ആധിപത്യം വന്നാൽ തന്നെ അവസാനിച്ചു. ഒരു വീട്ടിലെ സ്ത്രീയാണ് ഭരിക്കുന്നെങ്കിൽ ആ വീട് മുടിയും. കാരണം സ്ത്രീകളിൽ അഹങ്കാരം പെട്ടെന്ന് വരും. പുരുഷനും അങ്ങനെ വരില്ല. കാരണം പുരുഷനെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. അതുകൊണ്ട് പുരുഷനും ദൈവമായിട്ട് ഭയങ്കര ബന്ധത്തിലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബന്ധമേ സ്ത്രീക്കുള്ളൂ യഥാർത്ഥത്തിൽ. അതുകൊണ്ട് പുരുഷൻ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങൾക്കും പക്വതയോടെയാണ്. അതുകൊണ്ടാണ് പുരുഷന്റെ കയ്യിലാണ് കുടുംബത്തിന്റെ താക്കോല് കൊടുത്തത്. എല്ലാത്തിന്റെയും താക്കോൽ ആരുടെ കയ്യിലാണ് കൊടുത്തത്? പുരുഷന്റെ. എന്നാൽ സ്ത്രീയുടെ കയ്യിൽ ഭരണം വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ആ കുടുംബം നശിച്ചു പോകുന്നൊരവസ്ഥ. മക്കളൊന്നും പിന്നെ നേരെ വരില്ല, വഴി മാറിപ്പോകുന്ന അവസ്ഥ. ഇതെല്ലാം ബൈബിള് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിള് വായിച്ചാൽ നമുക്ക് എന്തൊക്കെ അറിവ് കിട്ടുമെന്ന് അറിയാമോ? നമ്മളെ കുടുംബം എങ്ങനെ ആവണം, പുരുഷൻ ആരാണ്, സ്ത്രീ ആരാണ്, ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പാപം ചെയ്തത്, ദൈവത്തിൽ നിന്ന് ഇവരെങ്ങനെയാ തെറ്റിപ്പോയത്, യഥാർത്ഥത്തിൽ ഈ ദൈവം നമ്മുടെ കൂടെ ആയിരുന്നില്ലേ? ആയിരുന്നു. ആദ്യത്തെ മനുഷ്യൻ ആദം എന്ന മനുഷ്യനും ദൈവം ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. പക്ഷെ ഈ ദുഷ്ടശക്തിയായിട്ട് അയ്യപ്പ് വന്നപ്പോഴാണ് ദൈവം ഇവരുമായിട്ട് അകന്നത്. ദൈവം അകന്നതല്ല, അവരകന്നതാണ്. അങ്ങനെ ഇവര് പാപം ചെയ്യാൻ തുടങ്ങി. ഈ പാപം വന്നത് ആഗ്രഹത്തിൽ നിന്ന്. ശ്രദ്ധിക്കണം, പാപം ആഗ്രഹത്തിൽ നിന്നവർ, അത്യാഗ്രഹത്തിൽ നിന്നവർ. എല്ലാ പാപങ്ങളും ആഗ്രഹത്തിൽ നിന്നവരും. ഇന്ന് ഈ സുവിശേഷ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ ഒറ്റ കാര്യം എനിക്ക് ലഭിക്കേണ്ട ഒരു കാര്യം ഇതാണ്.
നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. അത്രമാത്രം. പൂർണ്ണ സത്യം ഒരാൾക്ക് ഒരു ജീവിതം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എന്നാലും ഭാഗികമായ സത്യത്തെ നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങണം. ഇന്നു മുതൽ ഈ പ്രസംഗം കേട്ട് തുടങ്ങുന്ന മുതൽ നീ നിന്റെ അകത്തുള്ള ആത്മാവിനെ അന്വേഷിച്ച് തുടങ്ങണം. നീ നിന്റെ ആത്മാവിനെ ആര് തന്നു എന്ന് നീ അന്വേഷിച്ച് തുടങ്ങണം. ആ ദൈവത്തെ ഈ ഭൂമിയിൽ ഇല്ലെന്നാണ് ഈ ബൈബിൾ പറയുന്നത്. നിന്റെ ആത്മാവിനെ തന്ന ദൈവത്തെ ഈ ഭൂമിയിലെ മരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, സിമന്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ബിൽഡിംഗ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ദൈവ ആത്മാവാകാം. അതാണ് ട്രൂത്ത്, സത്യം. ഈ ദൈവം അദൃശ്യ രൂപത്തിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കും. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരമല്ല പ്രാർത്ഥിക്കുന്നത്, അകത്തുള്ള മനസ്സാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അകത്തുള്ള ചില വാക്കുകളിലേക്ക് വരികയാണ്. മനസ്സിലേക്ക് ചില വാക്കുകൾ ആരൊക്കെയോ തരുന്നു. ആ ആൾ ആരാണ്? ആത്മാവാണ്. ആ ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കാൾ ഒരു മനുഷ്യൻ ആവശ്യം അവന്റെ അകത്തുള്ള ആത്മാവ് പറയുന്ന വാക്ക് ദൈവത്തോട് പറയാൻ തുടങ്ങിയാൽ അതിന്റെ പേരാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ അവൻ അധിക സമയം കണ്ടെത്തുമ്പോൾ അവൻ ഒരു ആത്മശരീരമുള്ള മനുഷ്യനായി മാറും. അവൻ തേജസ്സുള്ള മനുഷ്യനായി മാറും. പിന്നെ അവനിൽ നിന്നും എല്ലാവർക്കും നന്മ ലഭിക്കാൻ തുടങ്ങും, നല്ല സ്വഭാവങ്ങളുണ്ട്. ദൈവമക്കളെ, നിങ്ങളുടെ അകത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് നിന്റെതല്ല, ഈ നിന്റെ അപ്പനും അമ്മയും തന്നതല്ല, നിന്റെ അച്ഛനും അമ്മയും തന്നതല്ല, സാക്ഷാൽ ദൈവം നിനക്ക് തന്നതാണ് നീ ജനിക്കുന്ന സമയത്ത്. എന്നാൽ ആ ആത്മാവ് ശരിയായ നിലവാരത്തിൽ വളർന്നാൽ നീ ആരായിത്തീരും? നീയും യേശുവിനെ പോലെ ആയിത്തീരും. നിനക്കും ചില ശക്തികളുണ്ടാവും. ഇപ്പൊ ഇന്ന് എന്റെ ശരീരത്തിൽ, ഞാൻ കുഞ്ഞുനാളിലുള്ള ശരീരമല്ല ഇപ്പൊ എന്റെ ശരീരം. ഞാൻ ഈ സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ ദൈവം എന്ന ശക്തി എന്റെ മുന്നിൽ വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് എന്ന ശക്തി വെളിപ്പെട്ടു. ആ ശക്തി എന്റെ ശരീരത്തിലേക്ക് കയറി. ശരീരത്തിലേക്ക് കയറിയതിനു ശേഷം ഞാൻ ലോകത്തെ നോക്കുമ്പോൾ ലോകം ഒരു ചീട്ട് കൊട്ടാരമാണ്. എപ്പോ വേണേ തകരാം. ഒരു ബോംബ് ഇട്ടാൽ മതി, അല്ലെ? ആറ്റം ബോംബ് ഇട്ടാൽ ലോകം മുഴുവൻ തീർത്തി. ഇത്രയുള്ള ലോകം. ഈ ലോകത്തെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന? ആശയോടെ ഇങ്ങനെ ജീവിതം ഓടി തീർക്കുക. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഈ ലോകം പോകാനുള്ളതാ, നശിക്കാനുള്ളതാ. ഇതിന്റെ പുറകെ ഓടിയിട്ട് നീ നശിക്കണ്ട, നിന്റെ ആത്മാവ് നശിക്കണ്ട. നിന്റെ ആത്മാവിനുള്ള ഒരു രക്ഷകൻ ഭൂമിയിൽ വന്നിട്ട് പോയിട്ടുണ്ട്. അവന്റെ ഒന്ന് ഫോളോ ചെയ്താൽ ആ ആത്മരക്ഷകൻ നിന്നെ കൊണ്ടുപോകാൻ വരും. ഈ ഭൂമി അവസാനിക്കുമ്പോഴും നിനക്ക് സ്വർഗത്തിൽ ഒരു പറുദീസയുണ്ട്. നിനക്ക് രക്ഷകനായി യേശു. അപ്പൊ യേശുവായിട്ടുള്ള എന്റെ ബന്ധം എന്ന് പറയുന്നത് അതിൽ വളരെ കാലമുള്ള ബന്ധമൊന്നുമല്ല, കുറച്ച് വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ യേശു എന്റെ ചെവിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ ചെവിയിൽ ഞാൻ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഞാൻ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ചെവിയിൽ സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിൽ ഇതുവരെ ഞാൻ ചിന്തിക്കാത്ത ചിന്തകൾ വരാൻ തുടങ്ങി. പിന്നെ എന്റെ ശരീരത്തിന്മേൽ ഒരു അഗ്നി, ഒരു ചൂട് വരാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിന് ശേഷം കിട്ടിയ കാര്യങ്ങളാണ്. ഈ ചൂട് ഞാൻ വേറൊരു ശരീരത്തിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് ഏത് രോഗം ഉണ്ടെങ്കിലും ഈ ചൂടുള്ള ശരീരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവന് രോഗം സൗഖ്യമാവും. ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമൊന്നുമല്ല, ഒത്തിരി പേർക്കുള്ള അനുഭവം. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും യേശുവിനെ ദൈവമായിട്ട് വിശ്വസിക്കുകയും ചെയ്താൽ, നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും നിന്റെ അകത്തേക്ക് ആര് കയറി വരും? യേശുവിന്റെ ആത്മാവ് കയറി വരും. ആത്മാവ് കയറി നിന്റെ ആത്മാവുമായിട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ സാധാരണ മനുഷ്യനല്ല, നീ ഒരു അഭിഷിക്തനാണ്. ആമേൻ. ഇതിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കും, ഇത് ഫോറിൻ കൺട്രീസിലെ ദൈവിക സങ്കല്പമല്ലേ? അല്ല, ഇത് പാശ്ചാത്യ ദൈവിക സങ്കല്പമല്ല. ഇത് തന്നെയാണ് വേദങ്ങളിൽ പറയുന്ന ബ്രഹ്മം, പരബ്രഹ്മം. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദൈവം. സൃഷ്ടിയല്ല, സൃഷ്ടാവ്. ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോയാൽ മതിയോ? കുറെ കള്ളു കുടിച്ച്, അല്ലെ, കുറെ ഫോണിൽ കുറെ നേരം സിനിമയും കണ്ട്, വേണ്ടാത്ത വീഡിയോസ് ഒക്കെ കണ്ട് ഇങ്ങനെ പോയാൽ മതിയോ ജീവിതം? ഇത് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ തന്നെ കൊല്ലുകയാണ്. വിലയേറിയ സമയം. ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുള്ള നിങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കി തുടങ്ങിയാൽ നിങ്ങളിൽ നിന്നും അനേകർക്ക് നന്മകൾ പ്രാപിക്കാൻ കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കടമകളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ആയുസേ നമുക്കുള്ളൂ.
ആ ആയുസിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് തീർക്കുക ദൈവമക്കളെ. അത് ചെയ്യാനുള്ള സമയം പോലും നമുക്കില്ല. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേണ്ടാതെ ഫോണും പിടിച്ചിരിക്കുക. മനുഷ്യനിപ്പോ കമ്പ്യൂട്ടറാണ്. പൂർവികന്മാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭൂമി ചെയ്തിട്ട് പോയെന്നറിയാമോ? അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയല്ലേ? പല പാലങ്ങളും മറ്റു കാര്യങ്ങളും അവരുടെ സമയം ഫോണിന്റെ മുന്നിലല്ല ഉപയോഗിച്ചത്. അവരുടെ സമയം പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ഉപയോഗിച്ചു. അവർ പ്രവർത്തിച്ചു, ഒരു സമയം പോലും പാഴാക്കിയില്ല. എന്നാൽ നമ്മൾ വിലപ്പെട്ട സമയം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് ആരും പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ അകത്തുള്ള നന്മ, നല്ല ചിന്തകളെ നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ മനം തിരിഞ്ഞ് നിങ്ങൾ യേശുവിലേക്ക് വന്നാൽ, നിങ്ങൾ എത്ര വലിയ ബന്ധനത്തിൽ വ്യക്തിയാണെങ്കിലും അഡിഷനിൽ നിന്നുള്ള നീ പുറത്തു വന്ന് നീ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവരായി തീരും. ഈ പ്രസംഗം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങിയോ. നിങ്ങളുടെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങണം. സ്വപ്നങ്ങളിൽ നിന്നോട് നീ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിന്റെ സ്വപ്നത്തിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങണം. പിന്നെ നിന്റെ ചുറ്റുപാടിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഇതിനൊന്നും നീ മതം മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരു കാലത്ത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ സന്യാസത്തിലൂടെ കണ്ടെത്തിയ സംഗതി നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു? സാധാ ജീവിതത്തിൽ തന്നെ കണ്ടെത്തുന്നത്. എങ്ങനെയാ അതിനെ സഹായിക്കുന്നത്? ആരാ സഹായിക്കുന്നത്? യേശുവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. അതിനെന്ത് ചെയ്യണം? യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു ആത്മാവുണ്ട്. അത് സാക്ഷാൽ ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ശബ്ദം നിങ്ങളെ അനുഗ്രഹത്തിലേക്കും അതുപോലെ പാപത്തിൽ നിന്നും പടുകുഴിയിൽ നിന്നും നിത്യരക്ഷയിലേക്കും നയിക്കുമാറാകട്ടെ എന്ന് പൂർണ്ണമായും പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ എളിയ സംസാരം നിർത്തുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കൂടി തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അപ്പ ഈ സമയം അത്രയും അവിടെ നിങ്ങളോട് ചന്തമായി സംസാരിച്ചതിന് നന്ദി അപ്പ. ഹല്ലേലൂയ. കർത്താവെ, കഴുകുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം ഞങ്ങളുടെ മധ്യത്തിൽ അപ്പ ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ നീ ജീവിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ ആത്മാവിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറുകളെയും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാണന്റെ അരിഷ്ടതകളെ സുഖപ്പെടുത്തുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറുകളെയും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകളെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറുകളെയും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ആത്മാക്കളെ നീ സന്ദർശിക്കണമേ. ഹല്ലേലൂയ. നിന്റെ വചനം വായിച്ച് ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മാക്കളെ നീ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാക്കളുടെ കേടുകളും കെടുതികളിൽ നിന്ന് മാറുന്ന ദിവസമാക്കി മാറ്റണമേ. കർത്താവെ, അപ്പ പുതിയ പ്രത്യാശ ഞങ്ങളുടെ ആത്മാവിൽ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ആത്മക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അപ്പ സ്തോത്രം. ആത്മാവിൽ പുതിയ ജീവന്റെ തുടിപ്പുണ്ടാവട്ടെ. ഹല്ലേലൂയ. നിത്യജീവൻ എന്ന് ഞങ്ങളുടെ ആത്മാവിൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ആത്മാക്കളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ആത്മാക്കളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അന്തരീക്ഷവും പരിസരവും അവിടുത്തെ പരിശുദ്ധാത്മാവ് അപ്പ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പ ഇന്ന് മുൻമഴയാൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ദേശം വറ്റി വരണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ഇന്നൊരു അനുഗ്രഹത്തിന്റെ മഴ നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അവിടുത്തെ കനിയണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 2-3 പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടി കർത്താവേ അപ്പ നിന്റെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തൊരു മഴ അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ.
അപ്പൊ ഇന്ന് കടന്നു വന്ന ഓരോ ആത്മാക്കളെയും അവിടുന്ന് വ്യക്തിപരമായി അറിയുന്നുവല്ലോ അപ്പ. ഞങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ നീ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പ തുടർന്നുള്ള സമയം നിന്റെ വചനം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമേ. ഹല്ലേലൂയ. ഞങ്ങളെ വീണ്ടെടുക്കുന്ന വചനം, ഹല്ലേലൂയ, ഞങ്ങളെ വിടുവിക്കുന്ന വചനം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പ സ്വർഗീയമായ കാഴ്ചകൾ ഞങ്ങളെ ആത്മാവിന്റെ കണ്ണ് തുറന്ന് കാണുവാൻ, സ്വർഗത്തിലെ അപ്പനെ കാണുവാൻ തക്കവണ്ണം അപ്പ ഞങ്ങളുടെ ആത്മക്കണ്ണുകളിൽ നിന്ന് തുറക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പുതിയ അനുഭവങ്ങൾ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവിതം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ചേർന്ന് പാടാം. കാറ്റാടിക്കേണമേ ആത്മാമന്ദമാരുതനേ ദാസർ മധ്യത്തിൽ. കൊടിയ കാറ്റാടിക്കേണമേ വാഗ്ദത്തം യൂദർക്കു മാത്രമല്ല കർത്തൻ മാക്കുപാലി പവരേകും ദയാലുവും. വാഗ്ദത്തം യൂദർക്കു മാത്രമല്ല കർത്തൻ വാക്കുപാലി പവർക്കേകും ദയാലുവും. ഓമന പേർ തുല്ലിച്ചാരത്തണയ്ക്കും ദൂരസ്ഥർക്കും നൽകും നിന്നാത്മദാനം. കൊടിയ കാറ്റാടിക്കേണമേ ആത്മാമന്ദമാരുതനേ ദാസർ മധ്യത്തിൽ. കൊടിയ കാറ്റാടിക്കേണമേ വഴുതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ തോട്ടത്തിൽ നിൽക്കുന്ന നാടുതലകളിന്മേൽ. വഴുതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ തോട്ടത്തിൽ നിൽക്കുന്ന നാടുതലകളിന്മേൽ. സുഖം തന്നിശു നേരം വരെയും ഊതുക നിൻ പ്രിയ മക്കൾ മേലിന്ന്. കൊടിയ കാറ്റാടിക്കേണമേ ആത്മാമന്ദമാരുതനേ ദാസർ മധ്യത്തിൽ. കൊടിയ കാറ്റാടിക്കേണമേ ഏറ്റം ബലമുള്ള വൻമരമാകിലും ഊറ്റം കൂടും കാറ്റു അടിക്കണമേ ഇപ്പോൾ. ഏറ്റം ബലമുള്ള വൻമരമാകിലും ഊറ്റം കൂടും കാറ്റ് അടിക്കണമേ ഇപ്പോൾ. ഇലകടം ചില്ലിക്കും പകിലവും താഴ്ത്തടിയും ആടിച്ചുലച്ചു കുലുങ്ങിയുലയുവാൻ. കൊടിയ കാറ്റാടിക്കേണമേ ആത്മാമന്ദമാരുതനേ ദാസർ മധ്യത്തിൽ. കൊടിയ കാറ്റാടിക്കേണമേ നാലുപാടും ചുറ്റിയാടിക്കണമേ ഇപ്പോൾ. ഉന്നത ഭാവങ്ങൾ നിലം പരിചാകാൻ. നാലുപാടും ചുറ്റിയാടിക്കണമേ ഇപ്പോൾ. ഉന്നത ഭാവങ്ങൾ നിലം പരിചാകാൻ. ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റേ ഊതുക നിൻ പ്രിയ മക്കൾ മേലിന്ന്. ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റേ ഊതുക നിൻ പ്രിയ മക്കൾ മേലിന്ന്. കൊടിയ കാറ്റാടിക്കേണമേ ആത്മാമന്ദമാരുതനേ ദാസർ മധ്യത്തിൽ. കൊടിയ കാറ്റാടിക്കേണമേ. എന്താണ് പ്രിയപ്പെട്ടവരെ നാം പാടിക്കേട്ടത്? ഇന്ന് കൊടിയ കാറ്റടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് കടന്നു വന്ന ഈ ആത്മാക്കളുടെ മേൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഊതാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ക്ഷീണങ്ങളെല്ലാം പറവറക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ തളർച്ചകളെല്ലാം മാറും. ഹല്ലേലൂയ. ഈ കൊടിയ കാറ്റടിച്ചാൽ ഹല്ലേലൂയ നീ തീയായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിന്നിൽ ചെറിയ തീയേ ഉള്ളൂ എങ്കിൽ ഇന്ന് ഈ കൊടിയ കാറ്റടിക്കുമ്പോൾ നീ തീപന്തമായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ചാരം പറ്റിയതെല്ലാം ഇപ്പോൾ തന്നെ പറന്നു തുടങ്ങിയിട്ടുണ്ട്.
കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ്, ഹല്ലേലൂയ, ഈ ശബ്ദ സന്ദേശം ശ്രവിക്കുന്നവരുടെ മധ്യത്തിൽ നിങ്ങളുടെ ആത്മാക്കളുടെ മേലിൽ നൂതുകയാണ്. പ്രിയ മകനെ, മകളെ, നിന്റെ ആത്മാവിന്റെ അവസ്ഥ ഏതവസ്ഥയിലാണെങ്കിലും ഹല്ലേലൂയ, നീ ഹല്ലേലൂയ, നീ അസ്ഥി പോലെയായിരിക്കുകയാണെങ്കിലും ഹല്ലേലൂയ, ഉണങ്ങിയ അസ്ഥികളിൽ മേൽ ഊതിയ കാറ്റ്, ഹല്ലേലൂയ, ഒരു സൈന്യമായി എഴുന്നേൽപ്പിച്ച കാറ്റ്, ഹല്ലേലൂയ, ഈ ആരംഭ സമയം നമ്മുടെ മേൽ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ മേൽ ശക്തമായി നിന്റെ കാറ്റൂതണമേ. നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. ദൈവരാജ്യം ആനന്ദിപ്പിനെന്ന്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള ആനന്ദത്തെ കുറിച്ച് നാം ചിന്തിച്ചു. ഇന്ന് നാം ചിന്തിക്കുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൂതന്മാരെ കുറിച്ച് അല്പസമയം ചിന്തിക്കാമെന്ന് കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൂതന്മാർ, സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇന്ന് ദൂതന്മാരെ അയക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ നിന്നെ പരിപാലിക്കുന്നവനായ ഒരു ദൂതനുണ്ട്. ഹല്ലേലൂയ. നീ മകനെ, നീ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നീ ഏകനാണെന്ന്. ഹല്ലേലൂയ. എന്നാൽ നീ ഏകനല്ല. ഹല്ലേലൂയ. നിന്നോട് ചേർന്ന് നടക്കുന്ന ദൂതനെ പലപ്പോഴും നിനക്ക് കാണാൻ കഴിയുന്നില്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ആത്മാക്കൾ പലപ്പോഴും കണ്ണുകാഴ്ചയില്ലാതെ തപ്പിത്തടയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ആത്മകണ്ണുകൾ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മളോട് ചേർന്ന് നടക്കുന്ന ദൂതനെ അറിയുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൂതന്മാരെ തിരിച്ചറിയുവാൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഒരു ഏഞ്ചൽ വിസിറ്റേഷൻ, ഹല്ലേലൂയ, നമ്മളെ സന്ദർശിപ്പാൻ ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗ്യതയൊന്നും ഉണ്ടായതുകൊണ്ടല്ല. ഹല്ലേലൂയ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഹല്ലേലൂയ. കുറെ നിസ്സാരരായ ആളുകൾ, ഹല്ലേലൂയ, ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പാ, നീ ഞങ്ങളുടെ ദേശത്തെ സന്ദർശിപ്പാൻ, ഹല്ലേലൂയ, അങ്ങയുടെ ദൂതനെ അയക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഏഞ്ചൽ വിസിറ്റേഷൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൂതന്മാർ. നമുക്ക് വായിച്ച് കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5, 6, 4, 5, 6, 7 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠരായി തീരുകയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകരുമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൂതന്മാർ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ദൂതന്മാരെ കുറിച്ച് വിശദമായി നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെയും നമ്മുടെ യൂട്യൂബിൽ അതിന്റെ പഠനങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ദൈവം തന്റെ ദൂതന്മയെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യത്തിലേക്ക് ഇന്നൊരു ഏഞ്ചൽ വിസിറ്റേഷൻ നമ്മുടെ ആത്മാക്കളെ സന്ദർശിപ്പാൻ പ്രിയ പരിശുദ്ധാത്മാവാം ദൈവവും തന്റെ ദൂതന്മാരെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. നിന്റെ തളർച്ചകൾ മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. തളർന്നുപോയ ഏരിയാവിനെ ശക്തീകരിപ്പാൻ ദൈവം തന്റെ ദൂതനെ അയച്ചു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇന്ന് നീ ആത്മാവിൽ തളർന്നിരിക്കുകയാണോ? നീ ഇന്ന് ബലം നഷ്ടപ്പെട്ടവനായി ഇരിക്കുകയാണോ? അപ്പാ, ഹല്ലേലൂയ, എന്ന് ഞങ്ങളെ തട്ടി ഉണർത്തണം. ഹല്ലേലൂയ. ഇന്ന് തട്ടി ഉണർത്തുന്ന ദിവസമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളോട് ചേർന്ന് നടക്കുന്ന ഞങ്ങളുടെ കാവൽ ദൂതന്മാരെ പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്ന് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അതെ, ഇവിടെ പറയുകയാണ്, അനന്തരം ദൈവം
നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അതെ, നാം നമ്മുടെ സ്വരൂപത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ സദൃശ്യപ്രകാരം തന്നെ, ഹല്ലേലൂയ, സ്വർഗത്തിന്റെ സദൃശ്യപ്രകാരം സ്വർഗത്തിലെ ദൈവം ഭൂമിയെ നിർമ്മിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗീയ സാദൃശ്യപ്രകാരം തന്നെയാണ് ഈ ഭൂമിയുടെ ഏദൻ തോട്ടമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ കാണുന്ന പലതും എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നാം വിചാരിക്കും ഇവിടെ മൃഗങ്ങളുണ്ട്, ഇവിടെ എന്തിലെല്ലാമാണ് പറയുന്നത്? മത്സ്യത്തിന്മേലും, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള പലതും സ്വർഗരാജ്യത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് വായിച്ചു കേൾക്കാം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ഇവിടെ ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ആത്മാക്കൾ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിനെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് എടുക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, നാം പാടാറുണ്ട്. എന്താണ്? കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. നമുക്ക് ചേർന്ന് പാടാം പ്രിയപ്പെട്ടവരെ. കർത്താവ് താൻ ഗംഭീരനാദം മുഴങ്ങാറായി. ഹല്ലേലൂയ. പ്രധാന ദൈവദൂതന്റെ ശബ്ദം കേൾപ്പാറായി. നമുക്ക് ചേർന്ന് പാടാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ ചേർന്ന് പാടിയാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. അപ്പോൾ മണ്ണിലുറങ്ങിയിടുന്ന ശ്രുതിമാലാ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവ. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണമകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന
എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദർശനത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. അതേ പ്രിയപ്പെട്ടവരെ, ആ സന്തോഷം ഹല്ലേലൂയ അതിന്റെ ആത്മാവിൽ നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന്. ഹല്ലേലൂയ. അപ്പാ നിന്റെ ആത്മാവ് ഇറങ്ങണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാവിനെ ഇന്ന് അഭിഷേകിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളുടെ ആത്മാക്കളിൽ നിന്ന് കഴുകണം. ഹല്ലേലൂയ. ഞങ്ങളുടെ മേലുള്ള എല്ലാ മാലിന്യങ്ങളും അഴുക്കുകളും അശുദ്ധികളെല്ലാം ഇപ്പോൾ തന്നെ മാറണം. ഹല്ലേലൂയ. സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന് ഹല്ലേലൂയ ആ സ്വർഗത്തിന്റെ സന്തോഷ മണിയറയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കണം അപ്പ. ഹല്ലേലൂയ. അതിനായി ഞങ്ങൾ വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. ഹല്ലേലൂയ. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. ഹല്ലേലൂയ. അപ്പ അവിടുത്തെ ഹൃദയം പൊട്ടി ഒഴുകിയ രക്തം. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ ഹല്ലേലൂയ അന്നാളിൽ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറക്കും. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഹല്ലേലൂയ. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ഹല്ലേലൂയ. ആ രക്തവും വെള്ളവും കൊണ്ട് ഇന്ന് ഞങ്ങളെ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളുടെ ആത്മാക്കളുടെ എല്ലാ അഴുക്കുകളും അശുദ്ധികളും ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നിർമ്മലീകരിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാക്കളോട് മനസ്സലിയണമേ അപ്പ. ഹല്ലേലൂയ. സ്വർഗമേ, ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യവും 14-ാം അധ്യായം 14-ാം വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ. മേഘങ്ങൾ വാഹനമാക്കി അവൻ വരുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഹല്ലേലൂയ. അതെ, ഇന്ന് കുത്തി തുളച്ചവർ ചിലപ്പോൾ മൺമറിഞ്ഞു പോയിട്ടുണ്ടാവാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ എന്ന്. ഹല്ലേലൂയ. മേഘാരൂഢനായി എന്റെ യേശു വരും. ഹല്ലേലൂയ. മേഘങ്ങൾ നമുക്കറിയാം. ഹല്ലേലൂയ. അത് വളരെ മനോഹരമാണ്. ഹല്ലേലൂയ. നമ്മൾ എവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മേഘങ്ങളല്ല, അങ്ങ് ഉയരങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന മേഘങ്ങൾ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിക്കാം 14:14 വെളിപ്പാട് പുസ്തകം. പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരുവാളുമായി ഇരിക്കുന്നതും കണ്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, മേഘങ്ങളിൽ വെളുത്തോരു മേഘം. ഹല്ലേലൂയ. മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരുവാളുമായി ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. ഓ അപ്പോസ്തലൻ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ആ വെള്ള മേഘങ്ങൾ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് മേഘങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു മഴ മേഘങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എന്ന്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ദേശത്ത് ഒരു മഴ നൽകണമേ എന്ന് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പാ. അപ്പാ, ഈ രാത്രിയിൽ ഹല്ലേലൂയ മഴ മേഘങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ പെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏലിയാവ് ഒരു കൈപ്പിടിയോളം ഹല്ലേലൂയ ഒരു കൈയോളം ഹല്ലേലൂയ മേഘം കണ്ടു. ഹല്ലേലൂയ. മഴയുടെ മുഴക്കം കേട്ടു. ഹല്ലേലൂയ. മുൻമഴയാലും പിന്മഴയാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പാ, ഈ ഭൂമിയിൽ ഭൗതികമായ മഴ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അപ്പാ. പോരപ്പാ, ഞങ്ങൾക്ക് ആത്മാവിലും മഴ പെയ്യിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു പെരുമഴ ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മാക്കളിന്മേൽ പെയ്തിറങ്ങണമേ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയതായ അപ്പാ ആത്മപ്രവാഹം ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. മഴ പോലെ തീ പോലെ ഞങ്ങളുടെ മധ്യത്തിൽ പെയ്തിറങ്ങണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ.
തുടർന്ന് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതേ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഈ സ്വർഗത്തിന്റെ സന്തോഷം ലഭിക്കുക? ആർക്കാണ് സ്വർഗത്തിന്റെ പ്രതിഫലം ലഭിക്കുക? എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം ആർക്കാണ് ഉള്ളത്? അത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർക്കാണ് ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നീതി ആരാണ് പ്രിയപ്പെട്ടവരെ? യേശുവിന്റെ നാമനിമിത്തം നീ ഉപദ്രവങ്ങൾ ഏൽക്കുന്നുണ്ടോ? നിന്ദകൾ ഏൽക്കുന്നുണ്ടോ? പരിഹാസങ്ങൾ നിന്റെ മേൽ വരുന്നുണ്ടോ? ഹല്ലേലൂയ. എങ്കിൽ നീ ഭാഗ്യവാനാണെന്ന്. ഹല്ലേലൂയ. ഓ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് ഈ മത്തായിയുടെ സുവിശേഷം കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണ്. കർത്താവ് മലമേൽ നിന്ന് പറയുകയാണ്. കർത്താവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വാക്കുകളാണ്. നീ നീതി നിമിത്തം, മകനെ, നീ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ? എങ്കിൽ നീ ഭാഗ്യവാനാണെന്ന്. കാരണം സ്വർഗരാജ്യം അവർക്കുള്ളതാണെന്ന്. ഹല്ലേലൂയ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, എന്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയാണോ, നിങ്ങളെ ഉപദ്രവിക്കുകയാണോ, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയാണോ, എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിനെന്ന്. അപ്പാ, ഹല്ലേലൂയ. ഇതാണ് സ്വർഗത്തിൽ സന്തോഷിച്ച് ഉല്ലസിപ്പാനുള്ള മാർഗം. പ്രതിഫലം വലുതാണെന്ന് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഉപദ്രവം മാറിയിട്ടുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ക്രിസ്തീയ ചരിത്രം എടുത്ത് പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, രക്തസാക്ഷികൾ നമ്മുടെ പിന്നാലെ ഉണ്ട്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ എല്ലാം പീഡിപ്പിച്ചു. ഹല്ലേലൂയ. നീറോ ചക്രവർത്തിയുടെ കാലത്ത് എന്തെല്ലാം പീഡകൾ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായി. ഹല്ലേലൂയ. യേശുവിന്റെ പിന്നാലെ പോകുന്നവർക്ക് ഉണ്ടായി. ഹല്ലേലൂയ. അവരെ എന്തെല്ലാം സെല്ലുകളിൽ അടച്ചു. ഹല്ലേലൂയ. ചില ട്രെയിനുകൾക്കുള്ളിലേക്ക് തിക്കി കയറ്റി ബോഗിക്കുള്ളിലാക്കി അവിടെ വിഷവാതകം നിറച്ച് അവരെ കൊന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം പീഡകൾ നമുക്കറിയാം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് സുവിശേഷവുമായി കടന്നു വന്ന മിഷണറിമാരെ ജീവനോടെ ചുട്ട് ചാമ്പലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരെ ആവശ്യമില്ലാതെ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമനിമിത്തം ഇന്ന് ജയിലറകളിൽ കിടക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. ഹല്ലേലൂയ. അവരെ നിന്റെ സന്ദർശനം ഉണ്ടാകട്ടെ. ജയിലിനുള്ളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവദൂതന്മാരുടെ സാന്നിധ്യം. ഹല്ലേലൂയ. ഓ, അപ്പോസ്തലനായ പത്രോസെല്ലാം ജയിലിനുള്ളിൽ കിടന്നപ്പോൾ തന്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. അവരെ അതിൽ നിന്നെല്ലാം വിടുവിച്ചതായ ചില അനുഭവങ്ങൾ. ഹല്ലേലൂയ. അപ്പാ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ എന്ന്. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അത് യേശു പറയുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, യേശു ഉയർത്തെഴുന്നേറ്റ് ഇവിടെ നിന്ന് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ഹല്ലേലൂയ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും നിങ്ങൾ എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് യേശു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഫലമേൽപ്പിച്ചത്? ഹല്ലേലൂയ.
സകല ജാതികളെയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന്. ഹല്ലേലൂയ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കാമെന്ന്. പോരെ പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ എന്ത് വാഗ്ദത്തമാണ് വേണ്ടത്? ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ഹല്ലേലൂയ, നിങ്ങൾ പുറപ്പെടണം. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഹല്ലേലൂയ. യേശുവിനെ നീ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ സ്നാനപ്പെടണം. ഹല്ലേലൂയ. അത് മാത്രം പോരാ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന്. എത്ര പേർക്ക് കൊതിയുണ്ട് യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിപ്പാൻ? സകല ജാതികളിലുമുള്ളവരെ യേശുവിന്റെ ശിഷ്യരാക്കുവിനെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് ധൈര്യമായി പുറപ്പെടാമെന്ന്. ഹല്ലേലൂയ. ഓ, ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് അപ്പാ. ഹല്ലേലൂയ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ. നിങ്ങളെ ആത്മാവിൽ പുതിയ ചൈതന്യം നൽകണമേ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ പുതിയ ചൈതന്യം തരികയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാവിന്റെ രോഗങ്ങളെല്ലാം മാറുകയാണ്. ഹല്ലേലൂയ. പുതിയ പ്രത്യാശ ഞങ്ങളുടെ ആത്മാവിൽ വരികയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഇറങ്ങി വന്ന് ഞങ്ങളെ സന്ദർശിക്കണമേ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കാം 63-ാം സങ്കീർത്തനം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. ഹല്ലേലൂയ. എന്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ സന്തോഷമുള്ള വാദനങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്ന്. ഹല്ലേലൂയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. ഹല്ലേലൂയ. എന്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ആദരം തുറന്ന ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പാടുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഹല്ലേലൂയ, ജീവകാലമൊക്കെയും നമ്മുടെ ദൈവത്തെ പാടി വാഴ്ത്തുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട്? ഹല്ലേലൂയ. എന്റെ കിടക്കയുമേ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, എന്റെ പ്രാണനും മജ്ജയും ഹല്ലേലൂയ മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാണന്റെ അരിഷ്ടതകൾ ഇന്ന് സൗഖ്യമാവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ എന്തുവരും? മേധസ്സും ഹല്ലേലൂയ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുമെന്ന്. ഹല്ലേലൂയ. എന്റെ വായ സന്തോഷമുള്ള ആദരങ്ങളാൽ നിന്നെ സ്തുതിക്കുമെന്ന്. അതെ, നമ്മുടെ വായിൽ നിന്ന് സ്തുതി വരട്ടെ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ സ്തുതി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. എങ്കിൽ നമ്മുടെ നാവിന്മേൽ സ്തുതി വരച്ചു തരുവാൻ അവൻ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ നാവിന്മേൽ സ്തുതി തരട്ടമേ. ഹല്ലേലൂയ. സ്വർഗീയ ആരാധന ഞങ്ങളുടെ നാവിന്മേൽ നൽകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്ന്. അതേ, സ്വർഗത്തിലെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ അവന്റെ വലങ്കൈ നമ്മെ താങ്ങും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നീ ഇന്ന് തളർന്നിരിക്കുന്നവനാണോ? ക്ഷീണിച്ചിരിക്കുന്നവനാണോ? ഹല്ലേലൂയ. എങ്കിൽ അവനോട് പറ്റിയിരിക്കൂ. ഹല്ലേലൂയ. അവൻ നിന്നെ ബലപ്പെടുത്തും, നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. യേശു പറയുകയാണ്, എന്റെ രാജ്യത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വിശ്വസിക്കുകയും എന്റെ വരവിനായി ഒരുങ്ങുകയും വേണമെന്ന് യേശു പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ രാജ്യത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കണം. എന്റെ വരവിനായി ഒരുങ്ങുകയും വേണമെന്ന് അവൻ അറിയിക്കുന്നു. എന്റെ വരവ് അവർ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കുമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശു പറയുകയാണ്, എന്റെ വരവ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ചിലപ്പോൾ വേഗത്തിലായിരിക്കുമെന്ന്. ഹല്ലേലൂയ. വിശ്വസ്തരായ ദൈവമക്കൾ പോലും യഥാർത്ഥമായി സ്വർഗമുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കുന്നു എന്ന്. ഹല്ലേലൂയ. വിശ്വസ്തരായ പല ദൈവമക്കളും ഇന്ന് സംശയിക്കുന്നുണ്ട് സ്വർഗമുണ്ടോ എന്ന്. ഹല്ലേലൂയ. സംശയാലുക്കളായ എന്റെ എല്ലാ മക്കളോടും യേശുവിന് പറയുവാനുള്ളത്, എന്റെ രാജ്യം യഥാർത്ഥമാണെന്നാണ്. പ്രിയപ്പെട്ടവരെ,
യേശു പറയുകയാണ് എൻ്റെ രാജ്യം യഥാർത്ഥ്യമാണെന്ന്. ഹല്ലേലൂയ. കൂടുതൽ വിശ്വസ്തയോടും അനുസരണത്തോടും ഹൃദയശുദ്ധിയോടും ജീവിക്കുവാനും എൻ്റെ രാജ്യത്തിൽ വന്നെത്തുവാനും അത് അവനെ സഹായിക്കുമെന്ന്. ഹല്ലേലൂയ. കൂടുതൽ വിശ്വസ്തയോടും അനുസരണത്തോടും ഹല്ലേലൂയ ഹൃദയശുദ്ധിയോടും കൂടെ ജീവിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ യേശുവിന്റെ രാജ്യത്തിൽ വന്നെത്തുവാൻ അത് നമ്മെ സഹായിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ. പിന്നെ കർത്താവ് പറയുകയാണ് സ്വർഗത്തിലേക്ക് പോകാൻ വേറെ എളുപ്പ വഴിയൊന്നുമില്ല എന്ന് അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്താണ്? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ജനങ്ങൾ വിശ്വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്നാണ് ഹല്ലേലൂയ. തന്റെ വചനം നാം അനുസരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനമാണ് നമ്മെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഈ വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് വഴി കാണിക്കുന്നത്. ഈ വചനം. ഹല്ലേലൂയ. ഈ വചനം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ഈ വചനത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും എന്റെ ഈ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് യേശു പറയുകയാണ് പ്രിയപ്പെട്ടവരെ. വേറെ എളുപ്പ വഴിയൊന്നുമില്ല. ഹല്ലേലൂയ. ഈ വചനം. ഹല്ലേലൂയ. ഈ വചനം ജീവനാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനം യേശുവാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനം നിന്റെ ഉള്ളിൽ വസിച്ചാൽ ഹല്ലേലൂയ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ എഴുതപ്പെടട്ടെ. ഹല്ലേലൂയ. ഓ, നമ്മുടെ ദൈവം നല്ലവനും ഹല്ലേലൂയ മഹത്വപൂർണനുമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗം തികച്ചും യഥാർത്ഥ്യം തന്നെ. കർത്താവ് പറയുകയാണ് എന്റെ വചനപ്രകാരം ജീവിക്കുന്നവരെ എല്ലാം എന്റെ രാജ്യത്തേക്ക് കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇവിടേക്കുള്ള വഴി അത്ര എളുപ്പമല്ല എന്ന് യേശു പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനപ്രകാരം ജീവിക്കുന്നവരെ എന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും പറയുകയാണ് അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില സ്ത്രീകളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില സ്ത്രീകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ സ്ത്രീകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ കാരണം? അവർ നിർമ്മല ഹൃദയവും യേശുവിനെ പ്രസാദിപ്പിക്കുന്നവരുമായിരിക്കുന്നത് കൊണ്ടാണ്. പുതിയ കൃപകളാൽ അവരെ നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവർ ഹൃദയശുദ്ധി ഉള്ളവരാണ്. ഹല്ലേലൂയ. നിർമ്മല ഹൃദയം അവർ കാത്തു സൂക്ഷിക്കുന്നു. അത് മാത്രമല്ല യേശുവിനെ പ്രസാദിപ്പിക്കുന്നവരുമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്ത്രീകൾ. ഹല്ലേലൂയ. എന്ന് നമുക്കറിയാം സ്ത്രീകളെ ഇന്ന് അധികമായി ദൈവം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഹല്ലേലൂയ അവരുടെ നിർമ്മല ഹൃദയവും ഹല്ലേലൂയ യേശുവിനെ പ്രസാദിപ്പിക്കുന്ന മനസ്സും. ഹല്ലേലൂയ. അവരുടെ മേൽ വലിയൊരു കൃപ ദൈവം പകരുകയാണ്. ഹല്ലേലൂയ. അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യുകയാണ് സ്ത്രീകളെ. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് ദൈവ സ്ത്രീകളെ എഴുന്നേൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കാരണം എന്താണ്? ഹല്ലേലൂയ. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് കർത്താവിന് ചില നിർമ്മല ഹൃദയമുള്ളവർ വേണം. ഹല്ലേലൂയ. കർത്താവ് പുരുഷന്മാരുടെ ഹൃദയം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടോ നിർമ്മല ഹൃദയം പുരുഷന്മാരിൽ കുറഞ്ഞിരിക്കുകയാണോ? ഹല്ലേലൂയ. ഇന്ന് സ്ത്രീകളെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കുകയാണ് ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് കൊതിയുണ്ട്? അപ്പാ ഞങ്ങൾക്ക് അന്ത്യകാല ശുശ്രൂഷയിൽ കർത്താവിന്റെ കരങ്ങളിൽ മെരുങ്ങുന്ന ആയുധങ്ങളായി മാറണമെന്ന് എത്ര പേർ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ഓ, നിത്യത മുഴുവനും കർത്താവിനോടൊപ്പം വസിക്കാമെന്നും ഒന്നും കൊണ്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഓ ഹല്ലേലൂയ. ഓ, ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട എന്ന് നിത്യത മുഴുവനും. ഹല്ലേലൂയ. നിത്യ കോടി കോടി യുഗായുഗങ്ങൾ യേശുവിനോടൊപ്പം. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട്? ഹല്ലേലൂയ. അപ്പാ ഞങ്ങൾക്ക് നിത്യത എന്റെ യേശുവിനോട് ഒരുമിച്ച് ആ സ്വർഗരാജ്യത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു? ഹല്ലേലൂയ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ആത്മാവിന്റെ രോഗത്തെല്ലാം സൗഖ്യമാക്കുകയാണപ്പാ. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറുകളെയും ഞങ്ങൾ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണപ്പാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാക്കളുടെ അവസ്ഥ നീ കാണണമേ. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ ശരീരം വിട്ട് ഞങ്ങളുടെ ആത്മാക്കൾ ഇന്ന് പുറത്ത് കിടന്നാൽ ഹല്ലേലൂയ
അങ്ങയുടെ രാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഒരുക്കപ്പെട്ടവരാണോ? ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ആത്മാവിലേക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ യേശുവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ആത്മാക്കളെ ശുശ്രൂഷിപ്പാൻ കടന്നു വന്നിട്ടുണ്ട്. നമ്മളോട് മനസ്സലിയുന്നുണ്ട്. പിതാവാം ദൈവവും പുത്രനായ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിതാവിന്റെ അരികിൽ നിന്ന് അഡ്വക്കേറ്റായി നിന്നുകൊണ്ട് നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇടിവിൽ നിൽക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ കേടുകളും കെടുതികളും മാറ്റുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പാ ഹല്ലേലൂയ. പ്രിയ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. പ്രിയ ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളോട് മനസ്സലിയണമേ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. മനസ്സലിയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളുടെ ആത്മാക്കളോട് മനസ്സലിയണമേ. ഹല്ലേലൂയ. പ്രിയ ദേവദാസന്മാർ ഇപ്പോൾ നമുക്ക് വേണ്ടി കൈകൾ മലർത്തും. ഹല്ലേലൂയ. 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 യേശുവേ ഞങ്ങളുടെ ആത്മാക്കളോട് മനസ്സലിയണമേ. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ. അങ്ങയുടെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുവാൻ തക്കോണം ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ചലിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിന്റെ തീ കൊണ്ട് ഞങ്ങളെ കഴുകിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളിലുള്ള എല്ലാ ബാധകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗസൗഖ്യം ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ മുൻമഴയാലും പിന്മഴയാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് നീ സന്ദർശിപ്പാനിടുന്ന എഴുന്നള്ളി വന്നതിന് നന്ദി പിതാവേ. സ്തോത്രം. വചനമായി അവിടെ ഇറങ്ങി വന്നതിന് നന്ദി. ഹല്ലേലൂയ. എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിപ്പിനെന്ന്. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ മേൽ അങ്ങയുടെ വചനം എഴുതപ്പെടണമേ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം. ഒരു സ്ക്രിപ്ചറൽ ഹാർട്ട് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. അപ്പാ നീ ഞങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഞങ്ങളുടെ പ്രാണനുള്ളിലേക്ക് ഹല്ലേലൂയ നീ ഇറങ്ങി വരണമേ. നടന്ന് കയറണമേ. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ശരീരം എല്ലാം യേശുവിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. നീ ഞങ്ങൾ വന്ന് നിറയണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ നിറവ്. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. അവിടെ നിന്ന് സ്നേഹമായി ഞങ്ങൾ നിറയണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെ മേലും നാഥന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. അപ്പാ ഞങ്ങളുടെ ഭാരങ്ങൾ നീ എടുത്ത് മാറ്റണമേ. ഞങ്ങൾക്ക് കുടുംബ സമാധാനം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ. ഹല്ലേലൂയ. സ്വർഗീയ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ ഹല്ലേലൂയ കാഹളനാദം കേൾക്കാറായല്ലോ കർത്താവേ. സ്തോത്രം. ആ പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങാറായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ശബ്ദം കേൾപ്പാൻ തക്കോണം ഞങ്ങളുടെ ആത്മാക്കളുടെ ചെവികൾ തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യഫദ. ഹല്ലേലൂയ. തുറന്നു വരട്ടെ. ഹല്ലേലൂയ. അപ്പ ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ച ശബ്ദം. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ മുഴക്കണമേ. ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് മരണം മാറി ജീവൻ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. അപ്പ ഇന്ന് ജീവൻ പകരണമേ. ഹല്ലേലൂയ. സ്വർഗീയ ജീവന്റെ തുടിപ്പ് ഞങ്ങളിൽ ചലിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ജീവൻ ചലിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമൃദ്ധമായ ജീവൻ ഞങ്ങൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സകല അന്ധകാര സൈന്യങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറട്ടെ. ഇരുട്ടിന്റെ അധികാരങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ദുർഭൂത സൈന്യങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങൾ അവിടുന്ന് തേജസ്സോടെ ഇറങ്ങണമേ. നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ മഹാരാജ്യത്തിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ പുതിയ ഭരണാധികാരികളെ ദൈവമേ നീ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ദേശങ്ങളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് അഭിവൃദ്ധി ഉണ്ടാവട്ടെ കർത്താവേ. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ വിളിച്ചറിയിച്ചവരുണ്ട്. ഹല്ലേലൂയ. ഒരു കൂട്ടം രോഗങ്ങൾ അനേകരുടെ മേൽ ശത്രു കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു കർത്താവേ. ഒന്ന് കരകയറുവാൻ കഴിയുന്നില്ല. രോഗത്തിന്റെ പിടിയിൽ നിന്ന് കരകയറാൻ കഴിയാതെ വലയുന്നവരെ കർത്താവേ ഇപ്പോൾ നിന്റെ ആണിപ്പാടുകരം നീണ്ടു ഇറങ്ങി ചെല്ലണമേ. ഹല്ലേലൂയ. കർത്താവേ. ഹല്ലേലൂയ. പേര് ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ നീ വിടുവിക്കണമേ. ഹല്ലേലൂയ. മാരകമായ രോഗങ്ങൾ ശത്രു കൊണ്ടുവന്ന് ഇട്ടുന്നല്ലോ അപ്പാ. ഹല്ലേലൂയ. വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭയപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. രോഗസൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. കർത്താവേ വലിയൊരു ഉണർവിന്റെ കാറ്റ് ഞങ്ങളുടെ മധ്യത്തിൽ അടിക്കണമേ. ഞങ്ങളുടെ ഈ കാൽവരി തറവാടിനെ നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ തറവാടിനെ നീ വിശുദ്ധീകരിക്കണമേ. അപ്പൊ അനേകം ആത്മാക്കളെ ഇതിലേക്ക് ചേർത്ത് വരുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശബ്ദപരിധി കേൾക്കുന്ന ഓൺലൈൻ വഴിയായി കേൾക്കുന്നവരുടെ മേൽ യേശുവേ നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സൗഖ്യമാക്കണമേ. അപ്പൊ വീണ്ടെടുക്കണമേ. വിടുവിക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരുകൾ വീണ്ടും എഴുതി ചേർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ഞങ്ങളുടെ പേര് എഴുതി ചേർക്കുന്നതിന് നന്ദി പിതാവേ. സ്തോത്രം.
അടിയർക്കായി ജീവനെന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സമ്മതവും കൂട്ടായ്മയും നാം എല്ലാവരോടും നമുക്ക് കേട്ട വചനങ്ങളോടും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം നൽകുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഹല്ലേലൂയ.